എനിക്ക് ആദ്യം തന്നെ ഞാൻ വളരെ വ്യത്യസ്തമായ ഈ വിഷയത്തെ നോക്കിക്കാണാനും മനസ്സിലാക്കാനും പല സമയത്തും ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. ഇന്ത്യൻ ഫാസിസത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യം. ആദ്യം തന്നെ എനിക്ക് എൻ്റെ ഇത്രയും കാലത്തെ ഒരു നിരീക്ഷണത്തിലും പഠനത്തിലും വായനയിലും അനുഭവത്തിലും ചിന്തയിലും തിരിച്ചറിവിലും ഒക്കെ നിന്നുകൊണ്ട് പ്രവർത്തനങ്ങളിലും ഒക്കെ നിന്നുകൊണ്ട് ഇന്ത്യൻ ഫാസിസം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഫാസിസം, ഇന്ത്യയിൽ ഫാസിസം നിലനിൽക്കുന്നുണ്ടോ? ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഫാസിസം എന്ന് വിളിക്കപ്പെടാവുന്ന ഒന്നാണോ? അല്ലെങ്കിൽ ലോകത്താകെ തന്നെയും ഉണ്ടായിട്ടുള്ള ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഫ്രാങ്കോയുടെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ RSSനെയും BJPയെയും മറ്റു പ്രസ്ഥാനങ്ങളെയും സംഘപരിവാര പ്രസ്ഥാനങ്ങളെ ഒക്കെ തന്നെയും ഫാസിസ്റ്റ് സംഘടനകൾ എന്ന നിലയിൽ നാണയപ്പെടുത്താൻ കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങൾ വളരെ ഗൗരവത്തിൽ തന്നെ നോക്കിക്കണ്ടിട്ടുള്ള ഒരു ആളാണ്. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മൾ ഫാസിസം എന്ന് ധരിച്ച് മനസ്സിലാക്കിയിട്ടുള്ള പുറത്തുള്ള ഫാസിസത്തെക്കാൾ 10 മടങ്ങ് അപകടകരവും ആഴത്തിൽ വേരാഴ്ത്തിയിട്ടുള്ളതും പ്രത്യശാസ്ത്ര ബലമുള്ളതും ആയിട്ടുള്ള ഒന്നാണ്. അത് എത്ര പേരെ കൊന്നു തീർത്തു എന്ന കണക്കിൽ നിർണയിക്കപ്പെടേണ്ടതല്ല. അങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ ഒരു പക്ഷേ ഇന്ത്യൻ ഫാസിസം പിറകിലായിരിക്കും. ഹിറ്റ്ലർ എത്ര പേരെ കൊന്നു തീർത്തു, മുസോളിനി എത്ര പേരെ കൊന്നു തീർത്തു, ഫ്രാങ്കോ എത്ര പേരെ കൊന്നു തീർത്തു എന്നുള്ള ഒരു കണക്കെടുത്ത് നിങ്ങൾ ഇന്ത്യൻ ഫാസിസത്തെ അളന്നാൽ, ഇന്ത്യൻ ഫാസിസ്റ്റുകൾ കൊന്നു തീർത്തതും ചെയ്തു തീർത്തതുമായ ചെയ്തികളുടെ പ്രവൃത്തികളുടെ വിലയിരുത്തലിലൂടെ ഇന്ത്യൻ ഫാസിസത്തെ മനസ്സിലാക്കാൻ കഴിയില്ല, അതിന്റെ ആഴത്തെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. മറിച്ച് അതിന്റെ ആഴം നിലനിൽക്കുന്നത് മറ്റൊരു സ്ഥലത്താണ്. ഇന്ത്യൻ ഫാസിസത്തിന്റെ ആഴം നിലനിൽക്കുന്നത് എന്നതാണ് ഏറ്റവും അപകടകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഫാസിസത്തെ നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ടതുണ്ട് എന്ന സൂചനകൾ ഒരുപക്ഷെ ചരിത്രത്തിൽ ഉൾപ്പെടെ പലപ്പോഴും ഉണ്ടായി വന്നിട്ടുള്ളത്. അത് അംബേദ്കറുടെ കാലഘട്ടം മുതൽ തന്നെ ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യം ഓർക്കപ്പെടേണ്ടത് അംബേദ്കറെയാണെന്ന്, ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഓർക്കപ്പെടേണ്ടതും വായിക്കപ്പെടേണ്ടതും അംബേദ്കറെയാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. കാർൽ മാർക്സിനെ അല്ല ആദ്യം വായിക്കേണ്ടത്, അംബേദ്കറെയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ ഫാസിസത്തെ ഏറ്റവും അധികം അനാവൃതമാക്കി തന്നിട്ടുള്ളത്, പുറത്തെടുത്ത് കാണിച്ചു തന്നിട്ടുള്ളത് അംബേദ്കർ ആണെന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിലും നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ഇന്ത്യൻ ഫാസിസം വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. അതത്ര ലളിതമല്ല. മുസോളിനിയുടെയോ ഹിറ്റ്ലറുടെയോ വിഷയം കൈകാര്യം ചെയ്യുന്നത് പോലെ നമുക്ക് അത്ര ലളിതമായി കൈകാര്യം ചെയ്യാൻ കഴിയില്ല.
അതിൽ ഒന്നാമതായി എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് ഇന്ത്യൻ ഫാസിസത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സംഘപരിവാർ എന്ന് പറയുന്ന ഒരു 36ഓളം വരുന്ന സംഘടനകളുടെ പ്രധാനമായും ഒളിഞ്ഞും തെളിഞ്ഞും അതിലേറെ പല രൂപത്തിൽ കാണുന്ന അതിലേറെ 200-നകത്ത് വരുന്ന സംഘടനകളുടെ രഹസ്യ സംഘടനകളുടെ ഉൾപ്പെടെ 36-നകത്ത് വരുന്ന സംഘടനകളെയാണ് നമ്മൾ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ എന്ന് കാണപ്പെടുത്തുന്നത്. RSS ആണ് അതിന്റെ നേതൃത്വം. അതിന്റെ രാഷ്ട്രീയ രൂപമാണ് BJP. അതിൽ യാതൊരു സംശയവുമില്ല. ഇത്രമാത്രം ഇന്ത്യൻ ഫാസിസത്തിന്റെ ആമുഖം എന്ന നിലയിൽ ഞാൻ പറയുന്നു. ഈ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന 36 സംഘടനകളുടെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേകത നമുക്ക് എടുത്തു പറയാൻ കഴിയും. ഇന്ത്യൻ ഫാസിസ്റ്റുകൾക്ക് എന്നും ചരിത്രത്തിലും വർത്തമാനകാലത്തിലും ഒക്കെ തന്നെയും ഏതു സന്ദർഭത്തിലും ഒന്നിച്ചു നിൽക്കുവാൻ 1000 ജാതിയാവട്ടെ, 1000 അഭിപ്രായമാകട്ടെ, 1000 നിറമാകട്ടെ, 1000 കൊടിയാകട്ടെ, 1000 ലക്ഷ്യമാകട്ടെ, പക്ഷേ അവർക്ക് ഒന്നിച്ചു നിൽക്കുവാൻ ഒരൊറ്റ കാരണം മതി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അതിലൊന്നാമതായി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാസിസത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സംഘപരിവാർ എന്ന് പറയുന്ന ഒരു 36ഓളം വരുന്ന സംഘടനകളുടെ പ്രധാനമായും ഒളിഞ്ഞും തെളിഞ്ഞും അതിലേറെ പല രൂപത്തിൽ കാണുന്ന അതിലേറെ 200-നകത്ത് വരുന്ന സംഘടനകളുടെ രഹസ്യ സംഘടനകളുടെ ഉൾപ്പെടെ 36-നകത്ത് വരുന്ന സംഘടനകളെയാണ് നമ്മൾ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ എന്ന് കാണപ്പെടുത്തുന്നത്. RSS ആണ് അതിന്റെ നേതൃത്വം. അതിന്റെ രാഷ്ട്രീയ രൂപമാണ് BJP. അതിൽ യാതൊരു സംശയവുമില്ല. ഇത്രമാത്രം ഇന്ത്യൻ ഫാസിസത്തിന്റെ ആമുഖം എന്ന നിലയിൽ ഞാൻ പറയുന്നു. ഈ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന 36 സംഘടനകളുടെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേകത നമുക്ക് എടുത്തു പറയാൻ കഴിയും. ഇന്ത്യൻ ഫാസിസ്റ്റുകൾക്ക് എന്നും ചരിത്രത്തിലും വർത്തമാനകാലത്തിലും ഒക്കെ തന്നെയും ഏതു സന്ദർഭത്തിലും ഒന്നിച്ചു നിൽക്കുവാൻ 1000 ജാതിയാവട്ടെ, 1000 അഭിപ്രായമാകട്ടെ, 1000 നിറമാകട്ടെ, 1000 കൊടിയാകട്ടെ, 1000 ലക്ഷ്യമാകട്ടെ, പക്ഷേ അവർക്ക് ഒന്നിച്ചു നിൽക്കുവാൻ ഒരൊറ്റ കാരണം മതി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. പൊളിക്കുക എന്ന് പറയുന്നത് ഒരു കാരണമാണെങ്കിൽ ആ ഒരൊറ്റ കാരണത്തിന്റെ പുറത്ത് എത്ര ഫാസിസ്റ്റ് ആശയങ്ങളും ഇന്ത്യയിൽ ഒന്നിച്ചു നിൽക്കും, കൈകോർത്ത് പിടിച്ചു നിൽക്കും, ഒരഭിപ്രായ വ്യത്യാസങ്ങളും പുറത്തേക്ക് വരില്ല എന്നുള്ളതാണ് വലിയ ഒരു ക്യാൻവാസ് എന്ന നിലയിൽ ഇന്ത്യൻ ഫാസിസത്തിന്റെ വ്യാപ്തിയെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫാസിസത്തിന്റെ സാധ്യതയെ നിർണയിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അതേ സ്ഥലത്ത് തന്നെ അതിന്റെ അടിത്തട്ടിൽ അതിന്റെ പ്രതിരോധം ദുർബലപ്പെടുകയും ചെയ്യുന്നു. അതിനോടുള്ള പ്രതിരോധം ദുർബലപ്പെടുകയും ചെയ്യുന്നു. അതേ കാരണമുണ്ട് എന്നതാണ് എന്റെ ഏറ്റവും ദുഃഖകരമായ അനുഭവം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പൊളിക്കുവാൻ ഒറ്റ കാരണം മതിയെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കുവാൻ ഞങ്ങൾക്കൊന്നിച്ചു നിൽക്കാതിരിക്കുവാൻ 100 കാരണങ്ങളുണ്ടെന്ന് പറയുന്ന പ്രതിരോധമാണ് നമ്മുടെ പ്രതിരോധം എന്ന് പറയുന്നത്. പള്ളി പൊളിച്ചത് ശരിയായോ, പൊളിച്ചപ്പോൾ ചരിച്ചാണോ പൊളിച്ചത്? നമ്മളിതൊരു രഹസ്യമല്ല, നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇവിടുത്തെ ഒരു സംസാര രീതിയെ ഞാൻ മറ്റൊന്നായിട്ടാണ് കാണുന്നത്. ഒരു ചർച്ചയുടെ സ്വഭാവത്തിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഉൾപ്പെടുത്തുന്നത്.
അതിന്റെ രീതികൾ എങ്ങനെയാണ്, എന്ത് വേണം, ആരാണ് വിളിച്ചത്, എങ്ങനെയൊക്കെ പോയി വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ ഒരു അനൈക്യത്തിലൂടെയാണ് നമ്മൾ പലപ്പോഴും ഫാസിസത്തെ നേരിടാൻ പോലും ഇറങ്ങി പുറപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഫാസിസത്തെ നേരിടാൻ ഇറങ്ങിയാൽ 100 കാരണങ്ങളുണ്ടാവും. ഒന്നിച്ചു നിൽക്കാതിരിക്കാൻ, തമ്മിലടിക്കാൻ 100 കാരണങ്ങളുണ്ടാവും. ഫാസിസത്തിനകത്തെ ഒന്നിച്ചു നിൽക്കുവാൻ ഒരൊറ്റ കാരണം മതി എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. അതവരുടെ ശത്രുവാവാം, എന്തുവാവാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പ്രതിരോധത്തെ സംബന്ധിക്കുന്ന നമ്മുടെ ആശയങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഫാസിസത്തിനെ വളർത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നത് ദൗർഭാഗ്യകരമായ ഒരു സംഗതിയാണ്. അത് പിന്നെ വളരെ മനഃപൂർവ്വം നമ്മളിൽ സംഭവിക്കുന്ന ഒരു സംഗതിയേയല്ല. ഫാസിസത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഫാസിസത്തിനെതിരെയുള്ള ശബ്ദങ്ങൾ പോലും, ഫാസിസത്തെ പറ്റിയുള്ള സംസാരങ്ങൾ പോലും ഫാസിസത്തെ വളർത്തും എന്നതാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഫാസിസത്തെ നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ വളരുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ, അത് ഫാസിസമാണെന്ന് പറയും. സമരം ചെയ്യുമ്പോൾ വീണ്ടും വളരുന്ന ഒന്നേ ഉള്ളൂ, അത് ഫാസിസമാണെന്ന് പറയും. ഈ ഒരു പ്രത്യേകത ഒരു പക്ഷേ ലോക ഫാസിസത്തിൽ നിന്നും വിഭിന്നമായി, ലോക ഫാസിസത്തിന് ഈ ഗുണമുണ്ട്, ഉറപ്പായിട്ടുമുണ്ട്, വിഭിന്നമായി ഇന്ത്യൻ ഫാസിസത്തിന്റെ അന്തർധാരയായി വർത്തിക്കുന്നുണ്ട് എന്നതും നമുക്ക് കാണാതിരിക്കാൻ കഴിയുകയില്ല. ഇനി പറയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, പ്രധാനമായും 2 വിഭാഗങ്ങളായിട്ടാണ് ഇന്ത്യൻ ഫാസിസം കാണപ്പെടുന്നത്. ഒന്ന്, അത് വേരാഴ്ത്തിയിരിക്കുന്ന ഒരു പ്രത്യശാസ്ത്ര ബോധം. ഇപ്പൊ ജാതി പോലെയുള്ള ബോധങ്ങളിൽ ആണ് ഇന്ത്യൻ ഫാസിസം വേരാഴ്ത്തി നിൽക്കുന്നത്. ഞാൻ ജാതി വ്യവസ്ഥ, ജാതി എന്ന് മാത്രമേ അതിനെ പറയുന്നുള്ളൂ. ബ്രാഹ്മണ്യം, വരേണ്യം എന്നൊക്കെ പല പേരുകളിൽ വിളിക്കാറുള്ള, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വാക്കുകൾ വേറെയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പദം ഉപയോഗിക്കാം. പക്ഷെ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ, ജാതി വ്യത്യാസം, പഴയ മേൽക്കോയ്മ, അടിമത്വം, അയിത്തം, ഇതൊക്കെ എപ്പോഴും എടുത്ത് പ്രയോഗിക്കാവുന്ന തരത്തിൽ നിലനിൽക്കുന്ന, തൂത്താലും പോകാത്ത ജാതി എന്ന് പറയുന്നത് പോലെ നിലനിൽക്കുന്ന ഒന്നായി നമ്മുടെ ഇടയിൽ എന്നും നിലനിന്നുകൊണ്ടിരിക്കുന്ന, അതിനുള്ളിൽ അതിന്റെ ഒരു പ്രത്യശാസ്ത്ര പരിസരമുണ്ട്. ആ പ്രത്യശാസ്ത്ര പരിസരത്തിനുള്ളിലാണ് ഇന്ത്യൻ ഫാസിസം വേരാഴ്ത്തി നിൽക്കുന്നത്. അവിടെ നിന്ന് നമുക്കതിനെ പിഴുതെടുത്തെങ്കിൽ മാത്രമേ ഹിറ്റ്ലർക്കും മുസോളിനിക്കും തുല്യമായ ഫാസിസമായി ഇന്ത്യൻ ഫാസിസം മാറുകയുള്ളൂ. അവിടുന്ന് പിഴുതെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായി ഇന്ത്യൻ ഫാസിസത്തെ മാറ്റി തീർക്കുന്നത്. അടുത്തതാവട്ടെ ഇന്ത്യൻ ഫാസിസത്തിന്റെ മറ്റൊരു മുഖമാണ്. അത് ഈ പകുതി നിക്കറൊക്കെ മുസോളിനി കൊടുത്തിട്ടുള്ളതാണ്. ഈ പകുതി നിക്കറൊക്കെ ഹിറ്റ്ലറുടെ ആശയങ്ങളും മുസോളിനിയുടെ ആശയങ്ങളും ഒക്കെ കൂടി ചേർന്നിട്ട് ലോക ഫാസിസം ആകെ തന്നെയും ഇന്ത്യൻ ഫാസിസത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ, അതിൽ നിന്ന് ആവാഹിച്ചെടുത്തിട്ടുള്ള ചേഷ്ടകൾ, ചിഹ്നങ്ങൾ, അപകടപ്പെടുത്തുന്ന മുദ്രാവാക്യങ്ങൾ, അതിനെ അനുകരിച്ചുകൊണ്ട് നേടിയെടുത്തിട്ടുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ, ഇതൊക്കെയാണ് അടുത്ത അതിന്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യനെ കൊല്ലാനുള്ള അതിന്റെ ക്രിമിനൽ സ്വഭാവം, അതെല്ലാം അവിടെ നിന്ന് സംശയിച്ചിട്ടുണ്ട് എന്നതാണ് വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോക ഫാസിസത്തിന്റെയും ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെയും, ഇന്ത്യൻ ജാതി വ്യവസ്ഥയെ നമുക്ക് ഫാസിസം എന്ന് തന്നെ വിളിക്കാം, ഇന്ത്യൻ ഫാസിസത്തിന്റെയും കൂടിക്കുഴഞ്ഞ ഒരു രാഷ്ട്രീയ വൽക്കരണമാണ് സത്യത്തിൽ സംഘപരിവാർ സംഘടനകൾ എന്ന് പറയുന്നത്. ഈ സംഘപരിവാർ സംഘടനകൾ നവഫാസിസമായി വളർന്നതിന്റെ പുതിയ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുക്കളകളിലെത്തി
നമ്മുടെ സിറ്റൗട്ടുകളിലെത്തി കസേരകൾ വലിച്ചിട്ടിരിക്കുന്ന ഫാസിസത്തിന് നേരെ ചായ എടുത്തു കൊടുത്തിട്ട് നമ്മളോടൊപ്പം ജീവിക്കുന്ന ഒരു പ്രത്യശാസ്ത്ര ബോധമാണ് ഇതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിരിക്കുന്നു. RSSകാര എന്ന് വിളിച്ചാൽ ഞാനും നിങ്ങളും ഒക്കെ തിരിഞ്ഞു നോക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇന്ത്യൻ ഫാസിസത്തിന്റെ ഏറ്റവും അപകടകരമായ അവസ്ഥ എന്ന് പറയുന്നത്. ഞാനിത് വളരെ ആഴത്തിലും വിശാലമായും പറയുന്നത് നമുക്കൊരു രക്ഷയുമില്ല എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ ഇന്ത്യൻ ഫാസിസം എത്രത്തോളം അപകടകരമാണ് എന്നുള്ള ചർച്ചയിൽ ഇത് പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മനുഷ്യരെ കൊന്നു തീർക്കുന്ന കാര്യത്തിലല്ല ഇന്ത്യൻ ഫാസിസത്തിന്റെ വിജയമെന്ന പ്രാഥമിക ഘടകം നിങ്ങളെ മനസ്സിലാക്കിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചർച്ചയ്ക്ക് വെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞത്. തീർച്ചയായും ഇന്ത്യൻ ഫാസിസത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ തലം അതിനുണ്ട്, ഫിലോസഫിക്കലായ ഒരു തലം അതിനുണ്ട്, സാംസ്കാരികമായ ഒരു തലം അതിനുണ്ട്. നിസ്സാരമല്ല. നമ്മൾ ഇടയ്ക്ക് വെറുതെ പറയാറുണ്ട് സംഘികൾക്ക് ബുദ്ധിയില്ല എന്ന്. മണ്ടത്തരം പറയുന്നതാണ്. ബുദ്ധിയില്ലാത്തത് നമുക്ക് തന്നെയാണ്, സംഘികൾക്കല്ല എന്ന് ഇന്ത്യൻ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 1947 സ്വാതന്ത്ര്യം കിട്ടി. 48 ബാബറി മസ്ജിദിനുള്ളിൽ രാമവിഗ്രഹം ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മതേതരവാദിയായ ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയിലെ ഫരീദാപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അയോധ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അവിടുത്തെ പള്ളിക്കുള്ളിൽ ഒരു രാമന്റെ വിഗ്രഹം കൊണ്ടുവയ്ക്കാൻ RSSകാരന് കഴിയുകയും ആ വിഗ്രഹം എടുത്തു കളയുവാൻ ഇന്നുവരെയും ആർക്കും കഴിയാതിരിക്കുകയും അതൊടുവിൽ രാമക്ഷേത്രമായി തീരുകയും ഇത്ര വർഷങ്ങൾക്ക് ശേഷം തീർക്കുവാൻ കഴിയുകയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ മണ്ടന്മാരാണെന്നോ വിഡ്ഢികളാണെന്നോ നിക്കറിട്ട് നടക്കുന്ന സെൻസ് ഇല്ലാത്തവരാണെന്നോ വായനയില്ലാത്തവരാണെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല രാഷ്ട്രീയ ബോധ്യങ്ങളുമുള്ള, നല്ല പ്രത്യയശാസ്ത്ര ബോധ്യമുള്ള, നല്ല സാംസ്കാരിക ബോധ്യമുള്ള ആൾക്കാർ തന്നെയാണ്. ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശത്രുവിനെ ആദ്യം പഠിക്കുക എന്നതാണ് ശത്രുവിനെ നേരിടുവാനുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത്, സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആരാണ് നമ്മുടെ ശത്രു എന്ന് പഠിക്കേണ്ടതുണ്ട്. ആരാണ് നമ്മുടെ ശത്രു എന്ന് പഠിക്കുന്നിടത്ത് അവന് യാതൊരു വിധത്തിലുള്ള കഴിവുമില്ല, കുറച്ച് കായികമായ കഴിവുണ്ട്, ജാതിയുടെ അധികാരമുണ്ട് എന്നതൊഴിച്ചാൽ മറ്റൊന്നുമില്ല എന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ഫാസിസത്തെ നേരിടാൻ കഴിയില്ല. മറിച്ച് അതൊരു രാഷ്ട്രീയ പ്രയോഗം തന്നെ എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഫാസിസം സമ്പൂർണമായ ഒരു രാഷ്ട്രീയ പ്രയോഗമാണ്, ഒരു പ്രത്യയശാസ്ത്ര പ്രയോഗമാണ്. അത് ആ അർത്ഥത്തിൽ അതിന് അങ്ങനെ തന്നെ നേരിടേണ്ടതുണ്ട്. കായികമായി നേരിടുക എന്നുള്ള ഒരു പ്രധാന അജണ്ടയല്ല ഫാസിസത്തിന്റെ മുന്നിൽ നമുക്കുള്ളത്. രാഷ്ട്രീയമായും സാംസ്കാരികമായും പ്രത്യയശാസ്ത്രപരമായും തന്നെ നമുക്ക് ഫാസിസത്തെ നേരിടേണ്ടതുണ്ട് എന്നുള്ള വലിയ ഒരു യാഥാർത്ഥ്യം മുന്നോട്ട് വെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ അടിത്തറയെ പറ്റി പറയാൻ കാരണം. ലോക ഫാസിസത്തിന് ഇത്ര വലിയ അടിത്തറയൊന്നുമില്ല. ലോക ഫാസിസത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഹിറ്റ്ലറുടെ മാനസികാവസ്ഥയെ പറ്റിയും ഹിറ്റ്ലർ എന്തുകൊണ്ടൊരു മനോരോഗിയായി എന്നതിനെ പറ്റിയും മുസോളിനി എങ്ങനെ ഇത്രയധികം മനുഷ്യരെ കൊന്നൊടുക്കി എന്നതിനെ പറ്റിയും ഹിറ്റ്ലറുടെ തലച്ചോറ് പരിശോധന വിധേയമാക്കി സൂക്ഷിച്ചു വെച്ചതിന് ശേഷം ഇന്നും എന്തുകൊണ്ടാണ് ഹിറ്റ്ലറെ പോലെ ഇത്ര ക്രൂരനായ ഒരു മനുഷ്യൻ ജന്മമെടുത്തതും ജീവിച്ചതും എന്നതിനെ പറ്റിയും ഒക്കെ നമ്മൾ ഏറെ സംസാരിക്കാറുണ്ട്. പക്ഷേ അതുപോലെ മാത്രമല്ല ആ ഗുണങ്ങളൊക്കെ ഇന്ത്യൻ ഫാസിസത്തിനുണ്ട്, നിസ്സംശയം പറയാം. നിങ്ങൾ ചോദിക്കും ആ ഗുണങ്ങളില്ലേന്ന്? ഉണ്ട്.
അതാണ് ഗുജറാത്തിൽ ഗർഭിണിയായ സ്ത്രീയുടെ വയറ്റിലേക്ക് ശൂലം കുത്തിയിറക്കുവാനും അബ്ദുൽ നാസർ മദ്നി എന്ന് പറയുന്ന RSSന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വൈര്യമായി തീർന്നേക്കാവുന്ന, ഒരുപക്ഷെ അംബേദ്കറിന് ശേഷം ഫാസിസത്തെ ഏറ്റവും അധികം തിരിച്ചറിഞ്ഞിട്ടുള്ള, ഇന്ത്യൻ ഫാസിസത്തെ നേരിടാൻ കഴിയുന്നത് ഒരുപക്ഷെ മുഹമ്മദ് നബിയെ പോലെയൊക്കെ പ്രഗത്ഭനായ ഒരു മനുഷ്യന് മാത്രമേ കഴിയുകയുള്ളൂ. മുഹമ്മദ് നബിയെ ഞാൻ പറഞ്ഞത് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടോ ഇസ്ലാം വിശ്വാസി ആയതുകൊണ്ടോ അല്ല, മറിച്ചൊരു നല്ല രാഷ്ട്രീയ ഭരണകർത്താവ്, അതിനപ്പുറം എല്ലാം ചേർന്നിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ് പ്രവാചകനെ ഞാൻ ഉദാഹരിച്ചത്. നമുക്കറിയാം, പ്രവാചകൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു, ഒരു ജീവിതത്തെ സംബന്ധിക്കുന്ന, വൈദ്യശാസ്ത്രത്തെ സംബന്ധിക്കുന്ന, അങ്ങനെ എല്ലാ മേഖലകളിലും അഗാധമായ ജ്ഞാനം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഉദാഹരണം. അതിനുവേണ്ടി മാത്രം ഇത്രയും സംസാരിച്ചെന്നേ ഉള്ളൂ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തിരിച്ചു പോകുന്നു. അബ്ദുൽ നാസർ മദ്നി എന്ന് പറയുന്ന നേതാവെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഒരു ലീഡറാണ്, ഒരു ഒത്ത ലീഡറാണ്. അതിഗംഭീരമായ ശബ്ദത്തിനുടമയും ആശയത്തിനുടമയും രാഷ്ട്രീയത്തിനുടമയും, അതേസമയം എങ്ങനെയാണ് ഇന്ത്യൻ ഫാസിസം പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ജാതി ബോധത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ശബ്ദമായി മാറുന്നതിന്റെ തുടക്കത്തിൽ ഒരുപക്ഷെ ഉറപ്പാണ് ഇയാൾ നമുക്കൊരു 100-500 കൊല്ലത്തെ കാലമെങ്കിലും മുന്നോട്ടാക്കി തരും എന്ന് ഇന്ത്യൻ ഫാസിസം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് തടങ്കലിലേക്ക്, നിത്യ ദുരിതത്തിലേക്കും ആ മനുഷ്യനെ വലിച്ചെറിയാൻ ശ്രമിച്ചത്. അതിനെ മറികടന്ന് എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് വരും കാലങ്ങളിൽ തെളിയിക്കപ്പെടേണ്ട യാഥാർത്ഥ്യമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിൽ പോലും അത് സംഭവിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ദളിതരുടെയും അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെയും ഒക്കെ ഭാഗത്തു നിന്നുകൊണ്ട് വേണം ഫാസിസത്തെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഫാസിസത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ആഴവും പരപ്പും പിടികിട്ടുക എന്ന കാര്യം ഒരു മതപണ്ഡിതൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അഗാധ ജ്ഞാനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിസ്സംശയം ആർജവത്തോടെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ ഒരു നേതാവ് എന്ന നിലയിൽ ആണ് അബ്ദുൽ നാസർ മദ്നി സാഹിബിനെ ഞാൻ ഇവിടെ അനുസ്മരിച്ചത്. അല്ലാതെ ഇത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലാത്ത വേദികളിൽ പറയാറുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അത് നിങ്ങളോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയാറുണ്ട്, പണ്ടേ സാഹിബിനെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എല്ലാ വേദികളിലും അതിനെപ്പറ്റി പറയാറുണ്ട്. കാര്യം ഇത് ഫാസിസത്തെ പറ്റി പഠിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരാളെന്ന നിലയിൽ എനിക്ക് അംബേദ്കറേയും ഇന്ത്യൻ ചരിത്രത്തിൽ അംബേദ്കറേയും അബ്ദുൽ നാസർ മദ്നി സാഹിബിനെയും നിരസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതൊരു പഠിതാവ് എന്ന നിലയിൽ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അതിനെപ്പറ്റി എക്കാലത്തും സംസാരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഏതാണ്ട് വേദകാലത്തിന്റെ ആരംഭത്തിൽ തുടങ്ങിയത് എന്ന് പറയപ്പെടുന്ന ഒരു ഇന്ത്യൻ യൂറോ നവാഗതർ എന്നൊക്കെ വിളിക്കാവുന്ന ആര്യൻ കുടിയേറ്റവും കുറേയധികം യുദ്ധപ്രിയരായ മനുഷ്യരുടെ കടന്നുവരവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള വേദിക് പീരീഡ്, ആ ഒരു വേദിക് പീരീഡിന്റെ വേദകാലത്തിന്റെ വേദങ്ങളും ബ്രഹ്മങ്ങളും ഉപനിഷത്തുക്കളും സൂത്രങ്ങളും ഒക്കെ ഉണ്ടായി തീർന്നിട്ടുള്ള BC 2500 6000 ഇടയിലെന്നൊക്കെ വിശ്വസിക്കുകയും പിന്നീട് 800 1200 ഋഗ്വേദമാണ് ആദ്യമുണ്ടായത്. അതിന്റെ കാലഘട്ടത്തെ സംബന്ധിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ നിരവധിയുണ്ട്. 800-600 കാലഘട്ടങ്ങളിൽ ആണ്
ഈ ബ്രഹ്മങ്ങൾ ഉണ്ടായതെന്ന് പറയുന്നു കേൾക്കുന്നു. എങ്ങനെയാണെങ്കിലും ഉപനിഷത്തുക്കളില് ഒക്കെയാണ് മതത്തെ സംബന്ധിക്കുന്ന ആചാരങ്ങളെ സംബന്ധിക്കുന്ന സൂചനകളുള്ളത്. ഞാൻ ഇന്ത്യൻ ഫാസിസത്തിന്റെ തുടക്കം ഒരുപക്ഷെ ജാതി വ്യവസ്ഥയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ ഫാസിസത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയിലാണ്. ജാതി വ്യവസ്ഥയുടെ തുടക്കം എന്ന് പറയുന്നത് ചാതുർവർണ്ണയത്തിലുമാണ്. ഈ ചാതുർവർണ്ണയം തുടങ്ങുന്നത് വേദകാലത്താണ്. ഈ വേദകാലം അല്ലെങ്കിൽ വേദിക് പീരീഡ് എന്ന് പറയുന്ന കാലത്ത് ചാതുർവർണ്ണയം ഉണ്ടാകുന്നതിന് മുന്നേ ആര്യന്മാരുടെ ഇടയിൽ നിന്നിരുന്ന 11 ഗോത്രങ്ങൾ, അതിൽ നിന്ന് സാമൂഹ്യമായി ആവിർഭവിച്ചു വന്നിട്ടുള്ള ചാതുർവർണ്ണയ വ്യവസ്ഥ, വർണ്ണാശ്രമ വ്യവസ്ഥ എന്നൊക്കെ വിളിക്കാറുള്ള ആ വ്യവസ്ഥ തന്നെ, അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുള്ള ഉപജാതികളും എല്ലാം കൂടിച്ചേർന്നിട്ടാണ് ജാതിയുടെ ഒരു വലിയ വ്യവസ്ഥയിലേക്ക്, ജാതിയുടെ വലിയൊരു ഉച്ചനീചത്വത്തിലേക്ക് ഇന്ത്യൻ ഫാസിസം കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഞാനിത് പറയുന്നത് നിങ്ങൾ ചോദിക്കും, ഒരുപക്ഷെ 1900 ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ട സംഘപരിവാറോടുകൂടിയല്ലേ ഇന്ത്യയിൽ RSSന്റെ രൂപീകരണത്തോടുകൂടിയല്ലേ ഫാസിസം രൂപപ്പെടുന്നതെന്ന് അങ്ങനെ മാത്രം കണ്ടു നിർത്താൻ കഴിയുമോ എന്നുള്ള സംശയത്തിന്റെ പുറത്താണ് ഞാനിത് പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇന്ത്യൻ നവഫാസിസത്തിന്റെ തുടക്കം അത് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനും കഴിയും. ഇന്ത്യൻ ഫാസിസം ഇന്ത്യൻ ജനതയിൽ തന്നെ ഉൾച്ചേർന്നിട്ടുള്ള, ഇന്ത്യൻ ജാതി വ്യവസ്ഥയിൽ തന്നെ അതാണ് ഇന്ത്യൻ ഫാസിസത്തിന്റെ സങ്കീർണത എന്ന് പറയുന്നത്. അങ്ങനൊന്ന് വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ജീവിത സംസ്കാരത്തിൽ ഫാസിസം അലിഞ്ഞേരുക എന്ന് പറയുന്നത് അതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രീയ പരിതോ അവസ്ഥയല്ല, രൂപപ്പെട്ടു വന്ന ഒരു രാഷ്ട്രീയ സഖ്യകക്ഷിയല്ല, ഒരു നേതാവിന് വേണ്ടി രൂപപ്പെട്ടതല്ല, മറിച്ച് അങ്ങനെ ഒന്ന് പിൽക്കാലത്ത് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിനു മുമ്പ് നിലനിന്നിരുന്ന ബ്രാഹ്മണ്യ മൂല്യബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നികൃഷ്ടമായിട്ടുള്ള ഒരു അധികാരബോധത്തെ ഇന്ത്യൻ ഫാസിസം എന്ന് നാണയപ്പെടുത്തുന്നതിൽ നിന്നും നമ്മൾ ഒരു കാരണവശാലും പിന്നോട്ട് പോകാൻ പാടില്ല. ചില സന്ദർഭങ്ങളിൽ നമുക്കത് പരസ്യമായി പറയാൻ കഴിയില്ല എങ്കിൽ കൂടി കാര്യം അത് പറയുന്ന സമയത്ത് ഹിന്ദുത്വം, ബ്രാഹ്മണ്യം തുടങ്ങിയ പദങ്ങൾ പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായി തീരുമെന്നുള്ളത് കൊണ്ട് നമ്മൾ ഇന്ത്യൻ നവഫാസിസത്തെയും സംഘപരിവാറിനെയും പേരെടുത്ത് പറഞ്ഞായിരിക്കും പലപ്പോഴും വിമർശിക്കുക. അപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഇതിന്റെ വേര് ഇവിടെ തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. കാരണം ഇത് ഞാൻ പറയാനുള്ള കാരണം, ലോകഫാസിസത്തെ പരിശോധിച്ചു നോക്കൂ. ലോകഫാസിസത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ അറിയാം. നിങ്ങൾ അതിന്റെ കാലഘട്ടം പരിശോധിച്ച് നോക്കിക്കോളൂ. വളരെ രസകരമാണ്. 10, 20, 30, 40 അതിന്റെ ഒരു വികാസകാലമുണ്ട്. ഹിറ്റ്ലർ ആവട്ടെ, മുസോളിനി ആവട്ടെ, ഫ്രാങ്കോ ആവട്ടെ, ഈ 10-30 കാലത്തിനുള്ളിൽ തുടങ്ങുകയും അതിൽ ഫാസിസത്തിന്റെ വളർച്ച എപ്പോഴും വളരെ വേഗമായിരിക്കും. BJPയുടെ വളർച്ചയെ പോലെ വേഗമായിരിക്കും, RSSന്റെ വളർച്ചയെ പോലെ വേഗമായിരിക്കും, നിസ്സംശയം നമുക്ക് പറയാം. അപ്പൊ അതുപോലെ വളരെ വേഗം വളരുകയും അങ്ങനെ വളർന്നതിന് ശേഷം ചോദ്യം ചെയ്യലിന് വിധേയമാവുകയും ഒരുപാട് മനുഷ്യരെ കൊന്നൊടുക്കുകയും ക്രൂരകൃത്യങ്ങൾ ചെയ്യുകയും ഒരുപാട് ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അന്യരെ സൃഷ്ടിക്കുകയും അപരരെ സൃഷ്ടിക്കുകയും കാൽക്കീഴിലിട്ട് മനുഷ്യരെ ചവിട്ടി മരിക്കുകയും ചെയ്തതിനു ശേഷം
വലിയൊരു ചോദ്യം ചെയ്യലിന്റെ കാലഘട്ടം കൂടി ഫാസിസത്തിന് നേരിടാനുണ്ട് എന്നത് ചരിത്രം പരിശോധിച്ചാൽ, ലോക ക്ലാസിക്കൽ ഫാസിസത്തിന്റെ ചരിത്രം, ലോക ക്ലാസിക്കൽ ഫാസിസം എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ, മുസോളിനി അടങ്ങുന്ന ലോക ക്ലാസിക്കൽ ഫാസിസത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഒരു പതനത്തിന്റെ കാലഘട്ടവുമുണ്ട്. ആരൊക്കെയാണോ കൂടെ നിന്നത് അവരൊക്കെ ഹിറ്റ്ലറെ തള്ളി പറയുന്ന ഒരു കാലഘട്ടം കൂടി ഹിറ്റ്ലർക്കുണ്ടായിരുന്നു എന്നതാണ് ഹിറ്റ്ലറുടെ ദുരന്തത്തിന്റെയും മരണത്തിന്റെയും ആത്മഹത്യയുടെയും പിന്നിലെ ഏറ്റവും വലിയ ദുരന്തം എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത് ലോക ഫാസിസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. തുടങ്ങിയതുപോലെ തന്നെ തള്ളിപ്പറയപ്പെടുകയും അവസാനിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളത്. പക്ഷെ എന്റെ പ്രിയ സഹോദരങ്ങളെ, വേദനയോടെയും ദുഃഖത്തോടെയും ഈ സംശയം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇന്ത്യൻ ഫാസിസത്തിന്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ത്യൻ ഫാസിസം എന്ന് തുടങ്ങിയെന്നോ, ഇന്ത്യൻ ഫാസിസം ഇനി എത്ര കാലം നിലനിൽക്കുമെന്നോ, ഇന്ത്യൻ ഫാസിസം ആരിൽ അവസാനിക്കും, ആരവസാനിപ്പിക്കുമെന്നോ ഒരിക്കലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇന്ത്യൻ ഫാസിസത്തെ ഏറ്റവും അപകടകരമാക്കുന്നത് എന്നതാണ് ചരിത്ര നിരീക്ഷകരുടെ ഒരു ചൂണ്ടിക്കാട്ടൽ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിലാണ് പ്രകാശ് കാരാട്ടിനെ പോലെയുള്ളവർ BJP ഒരു ഫാസിസ്റ്റ് സംഘടനയല്ല എന്ന പരസ്യ പ്രസ്താവന നടത്തുമ്പോൾ, ലോകത്ത് ഫാസിസത്തെ പറ്റി പഠിച്ചിട്ടുള്ളവർ അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് പ്രഹരശേഷിയുള്ള അപകടകരമായ ഒന്നാണ് ഇന്ത്യൻ ഫാസിസം എന്ന് മനസ്സിലാക്കി തരികയോ എഴുതുകയോ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അതാണ് ഞാൻ ജാതി വ്യവസ്ഥയെ പറ്റി നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എന്ന് തുടങ്ങിയത് നമുക്കറിയില്ല ഇന്ത്യൻ ഫാസിസം. അതിനുത്തരം എനിക്ക് തരാൻ കഴിയില്ല. അതിനുത്തരം തരാനോ അല്ലെ കണ്ടുപിടിക്കാനോ കഴിയില്ല. അതെന്നോ തുടങ്ങി, അത് ഇന്നും തുടരുന്നു, അതെന്നോ തീരും എന്ന് മാത്രമാണ് നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത്. ആ ഒരു അപകടകരമായ അവസ്ഥ വല്ലാത്തൊരു ഭീതിയിലേക്കാണ് പലപ്പോഴും നമ്മളെ വലിച്ചെറിയുന്നത്. കാര്യം മറ്റേതൊരു ഫാസിസത്തെയും നേരിടുകയും അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്തതുപോലെ ഇന്ത്യൻ ഫാസിസത്തെ നമുക്കൊരിക്കലും കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. അതിന് നല്ല നേതൃത്വത്തിന്റെ ആവശ്യമുണ്ട്, നല്ല ലീഡറുടെ ആവശ്യമുണ്ട്, നല്ല ആർജവമുള്ള, നല്ല ജ്ഞാനമുള്ള, ആർജവമുള്ള, സ്വന്തം ജീവനിൽ ഭയമില്ലാത്ത നല്ലൊരു ലീഡറുടെയെങ്കിലും ആവശ്യം കുറഞ്ഞപക്ഷം ഇന്ത്യൻ ഫാസിസം ആവശ്യപ്പെടുന്നുണ്ട്. അത് ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നത്. ആ ചോദ്യത്തിന്റെ മുന്നിലാണ് അങ്ങനൊരു നേതാവ് തുറുങ്കിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടോ എന്ന പ്രസക്തമായ ചോദ്യവും ഇവിടെ ഉയർന്ന്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഉപജാതികൾ എന്ന് തിരിഞ്ഞതിന് ശേഷം 1000-ലധികം ജാതികളായി എന്തു മാറുകയാണ്? ജാതി വ്യവസ്ഥ മാറുകയാണ്. ജാതി വ്യവസ്ഥയ്ക്ക് ഒന്നേ ഉള്ളൂ, ഏറ്റവും മുകളിലുള്ളവൻ താഴെയുള്ളവനേക്കാൾ മുകളിലാണെന്നുള്ള അർത്ഥം മാത്രമേ ജാതി വ്യവസ്ഥയ്ക്കുള്ളൂ. ഏറ്റവും മുകളിലുള്ളത് ബ്രാഹ്മണനാണ്, അവന്റെ താഴെ ക്ഷത്രിയനാണ്. ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന താഴേക്ക് വരുന്ന ജാതിയിൽ ജാതി വ്യവസ്ഥയ്ക്ക് ഒരർത്ഥമേ ഉള്ളൂ, ഏറ്റവും താഴെയുള്ളവനേക്കാൾ മൂല്യമുള്ളവനാണ്, അല്ലെങ്കിൽ എന്തോ പ്രത്യേക വിശുദ്ധി കൽപ്പിച്ചു നൽകപ്പെട്ടവനാണ്, ജന്മം കൊണ്ട് തന്നെ കൽപ്പിച്ചു നൽകപ്പെട്ടവനാണ് തൊട്ടുമുകളുള്ളവർ. അപ്പോൾ ഏറ്റവും താഴെ നായാടി വിഭാഗമാണെങ്കിൽ അതിനു മുകളിൽ ഇങ്ങനെ ജാതികളെ മുകളിലേക്ക് പോകുന്തോറും ഇതിന്റെ അധികാരത്തിന്റെ, സാമൂഹ്യ അധികാരത്തിന്റെ വ്യത്യാസം, അയിത്തത്തിന്റെ ദൂരത്തിന്റെ വ്യത്യാസം, എത്ര മീറ്റർ മാറി നിൽക്കണം എന്നുള്ളത്, എത്ര അടി മാറി നിൽക്കണം എന്നുള്ളത്, എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ഒക്കെ ഞാൻ പറയാതെ തന്നെ
നിങ്ങൾക്കറിയാം, മാറിക്കൊണ്ടിരിക്കും. ഇതാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും കുറെ ജാതികളെ ചേർത്ത് കുറ്റപ്പെടുത്താവുന്നതോ ഏതെങ്കിലും ഒരു ജാതിയെ മാത്രമായി കുറ്റപ്പെടുത്താവുന്നതോ ഏറെക്കുറെ എല്ലാ ജാതികളെയും ഒരുമിച്ച് കുറ്റപ്പെടുത്താവുന്നതായ ഒന്നാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതായത് ആരെങ്കിലും എവിടെയെങ്കിലും ബോധപൂർവം കൂടിയിരുന്ന് പോളിറ്റ് ബ്യൂറോ കൂടി തയ്യാറാക്കിയ ഒന്നല്ല ഇന്ത്യൻ ജാതി വ്യവസ്ഥ എന്നത് ഓർത്തെടുക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ്. ബ്രാഹ്മണർ അവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല. അതിന്റെ താഴെ ക്ഷത്രിയർക്ക് താഴെ മറ്റൊന്നിനെ കൊടുത്തിട്ടുണ്ട്, അതിന് താഴെ മറ്റൊന്നിനെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്നും പെടാത്ത കുറെ ജാതികളെ താഴേക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തെക്കേന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ചാതുർവർണ്ണയത്തിന് അതുപോലെ തന്നെ ഒരു സ്പേസ് കൊടുക്കാതെ ഇവിടെ ഉണ്ടായിരുന്ന അമ്പലങ്ങളെ ചുറ്റിപ്പറ്റി ജീവിച്ച അമ്പലവാസികളായ നായര്, പിള്ളമാര്, വർമ്മമാര്, ഇനി നമ്പ്യാരന്മാര്, ഇങ്ങനെ അമ്പലങ്ങളുടെ ചുറ്റി ജീവിച്ചു പോയവരെയാണ് നമ്മൾ അമ്പലവാസികൾ എന്ന് വിളിക്കുക. ഈ അമ്പലവാസികൾക്ക് ആര്യന്മാരായിട്ടുള്ള ബ്രാഹ്മണര് ജീവിക്കാനുള്ള ഇടങ്ങൾ നൽകുകയും തൊഴിലിടങ്ങൾ നൽകുകയും ഓഫീസുകൾ നൽകുകയും അവർക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് അടുത്തൊരു പുതിയ വ്യവസ്ഥ തെക്കൻ പ്രദേശങ്ങളിൽ, നമ്മളെ പോലെയുള്ള കേരളം, തെക്കേന്ത്യയുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെയും ചാതുർവർണ്ണയമില്ലാത്ത പ്രദേശങ്ങളിലൊക്കെ തന്നെയും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു എന്നത് രസകരമാണ്. ഇതൊരു സാംസ്കാരികമായ രൂപീകരണ പ്രക്രിയയാണ്. ഇതിൽ ഒരു ഉച്ചനീചത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വളരെ ഒരു കയറ്റത്തോടുകൂടി അല്ലെ ഇറക്കത്തോടുകൂടി നിലനിൽക്കുന്ന ഒന്ന്. സഹോദരങ്ങളെ, അതിനെയാണ് നമ്മൾ ഹിന്ദു എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ പിൽക്കാലത്ത് ഹിന്ദു എന്ന് വിളിച്ച് ഒരു മതമാക്കാൻ ശ്രമിച്ചത്. ഒരു മതം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു മതത്തിന്റെ മിനിമം മര്യാദയാണ് ആ മതത്തിനുള്ളിൽ നിന്ന് വിവാഹം കഴിക്കാൻ കഴിയുക എന്നുള്ളത്. പക്ഷെ ഹിന്ദുവിൽ അതില്ല. ഒരു ജാതിക്കകത്തുനിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ കഴിയൂ. ഏത് സമയത്താണ് ഇവർ ഒന്നിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തൊരു ശത്രുവിനെ ആക്രമിക്കേണ്ടി വരുമ്പോൾ മാത്രമാണ് താഴ്ന്ന ജാതിക്കാരനും ഉയർന്ന ജാതിക്കാരനും കൈകോർത്തുകൊണ്ട് ആയുധമെടുക്കുന്നത്. അവന്റെ മതചിഹ്നങ്ങളെ ആക്രമിക്കേണ്ടി വരുമ്പോഴോ അവന്റെ വീട്ടിൽ കയറി ശൂലം കൊണ്ട് കുത്തേണ്ടി വരുമ്പോഴോ ആണ് കൈചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നിച്ചു മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ എപ്പോഴും ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ മതം എന്നും ശത്രുവിനെ അപരനെ ഒന്നിച്ചു നിൽക്കുന്നതിന് വേണ്ടി തെരഞ്ഞുകൊണ്ടിരിക്കുമെന്നതാണ് ഒരു വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെ തെരഞ്ഞുകൊണ്ടിരിക്കും. അത് ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു കാലത്തൊക്കെ ബ്രിട്ടീഷുകാര് വളരെയധികം ഉപയോഗിച്ച ഒന്നാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നതിന് ശേഷം ജാതി വ്യവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരും വളരെയധികം ഉപയോഗിച്ചിട്ടുള്ളത് ജാതി വ്യവസ്ഥയാണ്. അങ്ങനെ അധികാരം കിട്ടിയിട്ടുള്ളവരൊക്കെ തന്നെ ഇതിനെ ഇല്ലാണ്ടാക്കാനല്ല നോക്കിയിട്ടുള്ളത്, ഉപയോഗിച്ച് വളർത്തിയെടുക്കാനാണ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അംബേദ്കർ 1947 സ്വാതന്ത്ര്യം കിട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധമായി നടന്ന അതിന് മുമ്പൊക്കെ ആയിട്ട് നടന്നിട്ടുള്ള പല തരത്തിലുള്ള ചർച്ചകളിൽ ഗാന്ധിജിയും ഒക്കെയായി നടന്നിട്ടുള്ള ചർച്ചകളിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രധാന വാദം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെന്ന് വിചാരിക്കുക. അങ്ങനെ ലഭിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? രാഷ്ട്രീയ അധികാരത്തിന്റെ ഈ അപകഷ്ണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു രാഷ്ട്രീയ നവീകരണത്തിലൂടെ ഇന്ത്യ മുന്നോട്ട് പോവുകയാണോ വേണ്ടത്? അതോ ഇപ്പൊ നിലനിൽക്കുന്ന നമ്മളെ എതിർക്കാൻ ആരുമില്ല, കോൺഗ്രസ് ആണുള്ളത്. അപ്പോൾ ആ ഒരു തരത്തിൽ അതിനെ നോക്കിക്കണ്ടുകൊണ്ട് സാമൂഹ്യ നവീകരണത്തിന് ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കി
കുറെ കാലമെങ്കിലും ഒരു സാമൂഹ്യ നവീകരണ പ്രസ്ഥാനമായി മുന്നോട്ട് പോവുകയാണോ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിനെയാണ് അംബേദ്കറെ ഓടിച്ചിട്ടടിക്കുന്ന ഒരു അവസ്ഥയിലേക്കും അദ്ദേഹത്തിന്റെ ആ പേപ്പറുകളെയാണ് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയായി പലപ്പോഴും അതിന് ഉത്തരങ്ങളൊക്കെ കൊടുക്കുന്നത് വളരെ രസകരമായിട്ടാണ് അംബേദ്കർ കൊടുക്കുന്നത്. അംബേദ്കർ ഇന്ത്യ മുഴുവൻ അംഗീകരിച്ച ഒരു രാഷ്ട്രീയ നേതാവൊന്നുമല്ല, മഹാത്മാഗാന്ധിയുടെ കണക്ക് വലിയ നാടകം കളിച്ച ആളൊന്നുമല്ല, അത്രയും പ്രശംസ പിടിപറ്റിയ ആളൊന്നുമല്ല. അംബേദ്കർ പറഞ്ഞത് ആനുപാതികമായി ആത്യന്തികമായി ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കടന്നു പറയാവുന്നത് ആനുപാതികമായ ഒരു അവകാശം വേണമെന്നാണ് ദളിതർക്ക്. എത്ര ശതമാനം ദളിതരാണോ ഉള്ളത് അവർക്ക് 60% ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് 2 വോട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ആനുപാതികമായ വോട്ടവകാശം കൊടുക്കണം, അല്ലാതെ എങ്ങനെയാണ് ശരിയാവുക? ഹിന്ദുക്കൾ കൂടുതലുള്ള ഒരു രാജ്യത്ത് നിങ്ങൾ മുസ്ലിങ്ങളും ദളിതരും വളരെ ചെറുതായിരിക്കുന്ന ഒരു രാജ്യത്ത് നിങ്ങൾ അവർക്ക് ഒരു വോട്ട് കൊടുത്തിട്ട് എന്ത് കാര്യമാണുള്ളത്? ഹിന്ദുക്കളല്ലേ വിജയിക്കുകയുള്ളൂ എന്നുള്ള ചോദ്യം വളരെ വ്യക്തമായി അംബേദ്കർ ചോദിക്കുകയും അത് ഇവിടുത്തെ രാഷ്ട്രീയ കോൺഗ്രസ് വിഭാഗങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം. നിസ്സംശയം ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ തള്ളിക്കളയുന്നതും കാണാം. അത് മാത്രമല്ല അംബേദ്കർ പറയുന്നത് സാമൂഹ്യ നവീകരണത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളിലും അംബേദ്കറോട് പറയുന്നത് ഒരു രാഷ്ട്രീയ ശക്തിയായി ആദ്യം ഇന്ത്യ വികസിക്കട്ടെ, അതിനുശേഷമാവാം സാമൂഹ്യ നവീകരണം എന്നാണ്. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അങ്ങനെ ഒരു സാമൂഹ്യ നവീകരണം നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആർക്കാണ് അധികാരം കൊടുക്കുക എന്ന് അംബേദ്കർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത് ഞങ്ങൾ അധികാരം കൊടുക്കുക മതേതരരായ ഇന്ത്യക്കാർക്കല്ലേ കൊടുക്കുന്നത്, നമ്മൾ മതേതരരല്ലേ, നമുക്കല്ലേ അധികാരം കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളൊക്കെ ആരാണ് എന്നാണ് അംബേദ്കർ ചോദിക്കുന്നത്. ഞങ്ങളൊക്കെ ബ്രാഹ്മണരാണ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് കുറെ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ശേഷം ഇത് ബ്രാഹ്മണരിൽ തന്നെയല്ലേ നിൽക്കുക? അങ്ങനെ നിന്നാൽ എന്റെ ജനതയ്ക്ക് എന്നാണ് അധികാരം ലഭിക്കുക? എന്നാണ് എന്റെ ജനത അധികാരത്തിലെത്തുക? എന്റെ ജനത അധികാരത്തിലെത്തുന്നില്ലെങ്കിൽ ഇനി എന്നാണ് എന്റെ ജനതയിലും ഒരു നവീകരണം നടക്കുക? എന്നാണ് അവർ ജീവിച്ചു തുടങ്ങേണ്ടത് എന്നുള്ള ചോദ്യത്തിന്റെ മുന്നിൽ യാതൊരു ഉത്തരവുമില്ലാതെ അംബേദ്കറെ അവഹേളിച്ചു വിടുകയാണ് പലപ്പോഴും ഇവിടുത്തെ സ്വതന്ത്രാനന്തര ഇന്ത്യ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തുടങ്ങി സ്വതന്ത്രാനന്തരമുള്ള ഇന്ത്യ വരെ ഒരുപക്ഷെ പല ഘട്ടങ്ങളിലായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാം. ഞാൻ ഫാസിസത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. മറ്റ് അംബേദ്കർ ഗാന്ധി ചർച്ചകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. മറ്റ് കരാറുകളോ ഗാന്ധിജിയുടെ നിരാഹാരങ്ങളോ ഒക്കെ നിങ്ങൾക്കറിയാം. അതൊന്നും ഞാനിപ്പോ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. എന്നാൽ ഇത് ഫാസിസവുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ട കാര്യമാണെന്നുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ ഇന്ത്യൻ ഫാസിസത്തിന്റെ അവിടെ അംബേദ്കർ പറയുന്നുണ്ട്, നിങ്ങൾ ഓർത്തോളൂ, ഒരിക്കൽ ഇന്ത്യ ഒരു ഭൂരിപക്ഷ ഹിന്ദു രാഷ്ട്രമാണെന്ന് ആയാൽ ഹിന്ദുവിന് പ്രാതിനിധ്യം കൂടിയ, അതായത് രാഷ്ട്രീയ ഹിന്ദുവിന് പ്രാതിനിധ്യം കൂടിയ, സാമൂഹ്യ ഹിന്ദുവിന് മാത്രമല്ല രാഷ്ട്രീയ ഹിന്ദുവിന് പ്രാധാന്യം കൂടിയ ഒരു രാഷ്ട്രമായി ഇന്ത്യ മാറിയാൽ അന്ന് കഴിയുകയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെല്ലാം, അന്ന് കഴിയും നിങ്ങൾ ഉണ്ടാക്കിയ എല്ലാ മതേതരത്വവുമെന്ന് നിസ്സംശയം അംബേദ്കർ പറയുന്നുണ്ട്. പിന്നീട് ഈ ഭരണഘടന ഒന്നും ചെയ്യാത്തതിന് ഒന്നിനും കൊള്ളാത്തതായി മാറുമെന്ന് അംബേദ്കർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നല്ലൊരു ക്ഷേത്രത്തിലാണ് നല്ലൊരു വിഗ്രഹം ഇരിക്കേണ്ടത് എന്ന ഉദാഹരണമാണ് അംബേദ്കർ അതിൽ പറയുന്നത്. അത് അദ്ദേഹം ഉപയോഗിച്ച ഭാഷയാണ്, എനിക്കറിയില്ലത് എത്രത്തോളം ശരിയാണെന്ന്. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി നമുക്ക് മനസ്സിലാവും. നല്ലൊരു ക്ഷേത്രത്തിലാണ് നല്ലൊരു വിഗ്രഹം ഇരിക്കേണ്ടത്, അല്ലാതെ ഒരുപാട് അനാചാരങ്ങളും ഒരുപാട്
പ്രശ്നങ്ങളും നിറഞ്ഞ ഒരുപാട് ഉച്ചനീചത്വങ്ങളുള്ള ഒരു ഒരു അമ്പലത്തിലോ ക്ഷേത്രത്തിലോ ഒരു പരിസരത്തോ കൊണ്ടുപോയി നിങ്ങൾ ഇത്ര ചർച്ച ചെയ്തുണ്ടാക്കിയെടുത്ത ഒരു ഖണ്ഡികയോ ഒരു നിഷേധമോ ഒക്കെ 10-15 ദിവസം ചർച്ച ചെയ്ത് ഉറപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഭരണഘടന കൊണ്ടുപോയി നിങ്ങൾ വെച്ചാൽ അത് അപകടം ചെയ്യും, വലിയ അപകടമുണ്ടാക്കും. ചെറുതല്ല, ഈ ഭരണഘടന ഫാസിസ്റ്റുകൾക്ക് വളരെ വേഗം തിരുത്തി എഴുതാവുന്ന ഒന്നുകൂടിയാണ്. നല്ലൊരു ഭരണഘടന മാത്രമല്ല, അവർക്ക് വളരെ വേഗം തിരുത്തി എഴുതാവുന്ന ഒന്നുകൂടിയാണ് എന്നത് ഓർക്കണം എന്ന് വളരെ പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഭരണഘടന കത്തിച്ചു കളയേണ്ടി വരും എന്ന് അംബേദ്കർ ആ ഒരു സമയത്ത് ഏതോ ഒരു ഘട്ടത്തിൽ പറഞ്ഞതായും ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചതായുമുള്ള കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തു തന്നെയാണെങ്കിലും അംബേദ്കർ ഇന്നത്തെ ഇന്ത്യൻ ഫാസിസത്തിന്റെ വളർച്ച മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു വേദനയോടുകൂടി എന്ന് നിസ്സംശയം പറയാം. പക്ഷെ അന്ന് അദ്ദേഹത്തിന് അതിന്റെ പരിഹാരമുണ്ടായിരുന്നു. ദളിതർക്ക് എല്ലാ മണ്ഡലത്തിലും ഒരു പ്രതിനിധി ആവശ്യമുണ്ട് എന്ന് പറയുന്ന അംബേദ്കറുടെ ആശയത്തെ അംബേദ്കറുടെ ബ്രിട്ടീഷുകാരോട് നിർബന്ധപൂർവം പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആശയത്തെ ജയിലിൽ പട്ടിണിക്ക് കിടന്ന്, അതാണല്ലോ മഹാത്മാഗാന്ധിയുടെ പ്രധാന വിനോദം എന്ന് പറയുന്നത്. ഒരാവശ്യം വന്നാൽ പോയി പട്ടിണിക്ക് കിടക്കും എന്നുള്ളതാണ്. ഞാൻ നിരാഹാരത്തെ കുറ്റപ്പെടുത്തുന്ന ആളൊന്നുമല്ല. പക്ഷെ ഞാൻ മഹാത്മാഗാന്ധിയുടെ ആ പ്രവൃത്തിയെ സംബന്ധിക്കുന്ന കാര്യത്തെ പരിഹസിച്ചപ്പോൾ നിരാഹാരത്തെയും, എനിക്ക് ഗാന്ധിജിയേക്കാൾ ഇഷ്ടമാണ് നിരാഹാരത്തെ. അതുകൊണ്ട് അങ്ങനെ പട്ടിണി കിടന്ന ഒരു അവസരത്തിൽ മഹാത്മാഗാന്ധിയെ പോലെ വലിയൊരു നേതാവ്, ലോകം കണ്ട വലിയൊരു നേതാവ് ഞാൻ കാരണം മരിച്ചാലോ? ആദ്യം അംബേദ്കർ പറഞ്ഞത് അങ്ങനെയല്ല, എന്റെ ജനത മരിക്കും, എന്റെ ജനതയുടെ ജീവൻ അതാണ് എനിക്ക് വലുത്, മഹാത്മാഗാന്ധിയുടെ ജീവിതവും ജീവനുമല്ല എന്ന് പറഞ്ഞ അംബേദ്കർ അവർ തമ്മിൽ വലിയ സൗഹൃദമായിരുന്നു. ഇതൊക്കെ പറയും, അവർ തമ്മിൽ വലിയ സൗഹൃദവുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള മഹാത്മാഗാന്ധി ലോകം മൊത്തം ആദരിക്കുന്ന തരത്തിലേക്ക് വളർന്നു കഴിഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക തരത്തിൽ ഒരു വലിയ ഇമേജായി ജീവിച്ചിരിക്കുന്ന മിത്താണല്ലോ മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അതൊന്നും ആവാൻ അംബേദ്കർക്ക് സമയമുണ്ടായിരുന്നില്ല. അംബേദ്കർ ചെയ്തത് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയി കിട്ടുന്ന കഞ്ഞിയും കുടിച്ച് വെള്ളവും കുടിച്ച് ഇന്ത്യയിൽ നിന്ന് പുറത്തുപോയി വിദ്യാഭ്യാസവും നേടി ഇവിടുത്തെ ജനതയിലേക്ക് തിരിച്ചു വന്ന് അവരെ ഏതു വിധത്തിൽ കരകയറ്റാം എന്റെ ജനതയെ എന്ന് ചിന്തിച്ച അംബേദ്കർക്ക് കാണാൻ കഴിഞ്ഞത് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വരുന്ന അംബേദ്കർ കണ്ടത് ഇതൊന്നും ഇല്ലാതെ ഇതൊക്കെ വലിച്ചെറിഞ്ഞ് ഇവിടെ അർദ്ധനഗ്നനായി നിൽക്കുന്ന മഹാത്മാഗാന്ധി എന്ന ഒരു വലിയ നടനെയാണ്. ഞാൻ ഗാന്ധിജിക്കെതിരെ പറയല്ല, മറിച്ച് ലോകത്തൊരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നടൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മഹാത്മാഗാന്ധിയാണെന്ന്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ലോകം അവസാനിക്കുന്നത് വരെയും സ്മരിക്കപ്പെടുന്ന ഒരാളായിരിക്കും ഏറ്റവും നല്ല നടൻ. ആ അർത്ഥത്തിൽ ലോക ചരിത്രത്തിൽ ഒരേ ഒരാളെ ഉണ്ടാവുള്ളൂ, അത് മഹാത്മാഗാന്ധിയാണ് എന്ന് പറയും. മഹാത്മാഗാന്ധി അവിടെ സത്യാഗ്രഹം കിടന്നു എന്ന് മാത്രമല്ല, അംബേദ്കറെ സമ്മർദ്ദത്തിലാക്കി. ഒരുപക്ഷെ അങ്ങനത്തെ ഒരു മനുഷ്യന്റെ മരണത്തിന് കാരണക്കാരനായി തീരുന്നത് ഞാനായിരിക്കുമെന്ന് ഭയന്ന് വിഷമിച്ച്, ഒരു സാംസ്കാരിക ഭയം, രാഷ്ട്രീയ ഭയം വിഷമിച്ചിട്ട് ദളിതർക്ക് ഒരു പ്രതിനിധി എന്ന് പറയുന്ന കരാർ വേണ്ട എന്ന് വെച്ച് ഒത്തുതീർപ്പിലേക്ക് എത്തിച്ചേരുന്ന അംബേദ്കർ, അത് വളരെ പ്രധാനമാണ്. അതുണ്ടായില്ലായിരുന്നെങ്കിൽ അതൊരു ട്വിസ്റ്റായിരുന്നു ഇന്ത്യയുടെ. ആ ട്വിസ്റ്റ് സംഭവിക്കാതെ പോയി എന്നത് ഏറെ ദുഃഖകരമാണ്. അത് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരേ ഒരാളുടെ വാശിയുടെ പുറത്താണ്, നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപിതാവിന്റെ ഒരേ ഒരു വാശിയുടെ പുറത്ത്. ഇനി വരും കാലത്ത് നമ്മൾ ദളിതരെ ഉദ്ധരിക്കും, ഇതൊന്നുമല്ല ദളിതർക്ക് കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ അധികാരം ഒരിക്കലും ദളിതർക്ക് കിട്ടുന്നതിനോട് ഗാന്ധിജിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല.
അതിനപ്പുറം എന്തും ആവാം. പക്ഷെ രാഷ്ട്രീയ അധികാരം ദളിതർക്ക് ആവശ്യമില്ല. ദളിതർ ചെയ്യേണ്ട ജോലി മറ്റൊന്നാണെന്നാണ് മഹാത്മാഗാന്ധി വിശ്വസിച്ചിരുന്നത്. ഉച്ചനീചത്വവും അയിത്വവും ഒക്കെ മാറേണ്ടതുണ്ടെന്ന് വിശ്വസിക്കും. പക്ഷേ ചാതുർവർണ്ണ്യം ഹിന്ദുവിന് പരമാത്മാവാണ്, ആത്മാവാണ് എന്നും ഗാന്ധിജി വിശ്വസിക്കും. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അംബേദ്കറെ ഏറെ വേദനിപ്പിച്ചുകൊണ്ട് ആ അഹിംസാ സിദ്ധാന്തത്തെ പോലും അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് എന്ത് ഒരു കത്തി കക്ഷത്ത് വെച്ചിട്ട് ഹേറാം എന്ന് വിളിച്ച് നടക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ത്യൻ ഫാസിസത്തിന്റെ ആദ്യ രൂപങ്ങളെ സംബന്ധിക്കുന്ന ചില സൂചനകൾക്ക് വേണ്ടി അത് ഞാൻ കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. അത് മറ്റൊരർത്ഥത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നതായതുകൊണ്ട് ഇനി ഞാൻ വിവരിക്കുന്നില്ല. അത് അവിടെ നിർത്തുന്നു. അന്ന് അത് സാധ്യമാവാതെ പോവുകയും പിൽക്കാലത്ത് അത് രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് പലപ്പോഴും സാമൂഹികമായി കഴിയാതെ പോവുകയും ചെയ്തതിന്റെ ഫലമാണ് നവ ഇന്ത്യൻ ഫാസിസത്തിന്റെ വളർച്ച എന്ന് പറയും. സ്വതന്ത്ര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ സമയം കുറച്ച് അധികരിച്ചിട്ടുണ്ട്. അഥവാ സമയം അധികരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അത് അറിയിക്കാനുള്ള സംവിധാനം ചെയ്യണം. എന്നോട് ആവശ്യത്തിന് സമയമെടുക്കാം എന്നാണ് പറഞ്ഞത്. 1906 മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭ 1917 സംഘപരിവാർ 1925 രൂപീകൃതമാവുന്നത്. RSS രൂപീകൃതമാവുന്നത്. ഹിന്ദു മഹാസഭയുടെ രൂപീകരണത്തിന് ശേഷം 1925 ഇത് രൂപീകരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് സ്വാതന്ത്ര്യത്തിന് മുന്നേ തുടങ്ങിയിട്ടുള്ള ഈ ജാതിയുടെ അധികാര കളികൾ രാഷ്ട്രീയ അധികാരമായി മാറുകയും 1947 സ്വാതന്ത്ര്യം കിട്ടുന്നതോടുകൂടി ഗാന്ധിജി എന്ന് പറയുന്ന ഒരു ബിംബത്തെ തകർക്കുക എന്നത് യഥാർത്ഥ ഫാസിസത്തിന് അതുവരെ നിലനിന്നിരുന്ന പ്രാചീന ഫാസിസത്തെ മറികടന്നുകൊണ്ട് അവിടെയാണ് ഒരു പക്ഷേ ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ വരുന്നത്. അതെങ്ങനെയാണ് കടന്നു വരുന്നതെന്ന് ചോദിച്ചാൽ, 2ാം ലോക മഹായുദ്ധ കാലത്ത് ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ ഉണ്ടായിരുന്ന ഈ പറയുന്ന ഒരു യുദ്ധങ്ങളുടെ ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ മാത്രമല്ല ലോകമാകെ തന്നെ പിടിച്ചു വെച്ചിട്ടുള്ള പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണമെന്നുള്ള ആവശ്യം വളരെ വ്യാപകമായി ഉയർന്നു കേൾക്കുന്ന ഒരു കാലത്ത് ഒരു പക്ഷേ ഏറ്റവും അവസാനത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള ക്ലമന്റ്, പേര് എന്റെ മനസ്സിൽ അങ്ങനെ വരുന്നില്ല, അദ്ദേഹത്തോട് ഒരു വിദേശ പത്രപ്രവർത്തകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്ത്യ വിട്ടുപോയത്? ക്വിറ്റ് ഇന്ത്യ സമരം പരാജയമായിരുന്നു, അതിന് മുമ്പേ നടന്ന സമരം പരാജയമായിരുന്നു, ഒക്കെ പരാജയമായിരുന്നു, എന്നിട്ടും എന്താണ് നിങ്ങൾ ഇന്ത്യ വിട്ടുപോയത് എന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞത്, ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിനും മഹാത്മാഗാന്ധിയുടെ സമരത്തിനും ഒക്കെ തന്നെ ഇതൊക്കെ അഹിംസാ സമരങ്ങൾ എന്ന് പറയുന്നെങ്കിലും ഏറ്റവും കൂടുതൽ മനുഷ്യർ മരിച്ചിട്ടുള്ളൊരു സമരം കൂടിയാണ്. പോലീസ് സ്റ്റേഷൻ തീവെക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സമരങ്ങളാണ്. അപ്പൊ ഈ സമരങ്ങൾക്കൊക്കെ തന്നെയും ഇന്ത്യ വിട്ടുപോകാനുള്ള ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് പോകാനുള്ള കാരണങ്ങളിൽ ചെറിയൊരു പങ്കുണ്ട് എന്നതൊഴിച്ചാൽ മറ്റൊരു പ്രധാന കാരണമുണ്ട്. അതായത് ഇന്ത്യൻ നാഷണൽ ആർമി പോലെ ഒന്ന് രൂപപ്പെട്ടു വരികയും ജപ്പാൻ പോലെയുള്ള ഒരു രാഷ്ട്രത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് ഈ ബർമ്മ, സിംഗപ്പൂർ പോലെയുള്ള പ്രദേശങ്ങളൊക്കെ പിടിച്ചടക്കുകയും ഏതാണ്ട് ഇന്ത്യൻ അതിർത്തി വരെ അവരുടെ സൈന്യം എത്തിച്ചേരുകയും ഈ ജപ്പാനിലെ സൈന്യവുമായി വളരെ രഹസ്യമായി സുഭാഷ് ചന്ദ്രബോസ് കരാറിൽ ഏർപ്പെടുകയും ഇന്ത്യൻ നാഷണൽ ആർമിയും ഇവരും ചേർന്നുകൊണ്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആർമിയെ, അതായത് ഇന്ത്യൻ ബ്രിട്ടീഷ് ആർമിയെ, ഇന്ത്യയിലെ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള ബ്രിട്ടീഷുകാർക്ക് പണിയെടുക്കുന്ന ആർമിയെ
ആക്രമിക്കാം എന്ന പദ്ധതികൾ ഇടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ജീവന് കൂടി അപായമുണ്ടാവുമെന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ ഇന്ത്യ വിടുന്നതിനെ പറ്റി ആദ്യം ആലോചിക്കുന്നത് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, ലോകത്ത് ആകെ തന്നെ അത്തരമൊരു ചിന്ത, ലോകത്ത് മൊത്തത്തിൽ തന്നെയും ഒരു ആക്രമണം ഉണ്ടായാൽ ഇന്ത്യയെ വിമോചിപ്പിക്കണം എന്നൊരാവശ്യം ഉയർന്നു വരുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങളാകെ തന്നെയും പറയുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ മൊത്തത്തിലൊരു ആക്രമണം ഉണ്ടായാൽ സോവിയറ്റ് യൂണിയൻ, ഒരുപക്ഷെ അമേരിക്ക, അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് തടുക്കാൻ ബ്രിട്ടന് കഴിയാതെ വരും എന്ന് പറയുന്ന ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഇത്രയും കാലം ഭരണം നടത്തിയ ഇന്ത്യയെ അവരുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് പുറത്തേക്ക് പോവുക എന്ന ദൗത്യം ചെയ്യലാണ് ഏറ്റവും നല്ലതെന്ന് തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ടുമാണ് ഞങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും 48 അതിനേക്കാൾ വലിയ ഫാസിസ്റ്റുകൾ എന്ന് പറയാവുന്ന ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. ഗാന്ധിജിയെ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷെ അങ്ങയെ കൊല്ലാതിരിക്കാൻ തരമില്ല എന്ന് ഗോഡ്സെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷെ അങ്ങയെ കൊല്ലാതിരിക്കാൻ തരമില്ല. അത് വളരെ കൃത്യമാണ്. ഇന്ത്യൻ ഫാസിസത്തിന്റെ അടുത്ത ഘട്ടമാണ്. ആ ഘട്ടത്തിൽ നിങ്ങൾ ജീവിച്ചിരിക്കാൻ പാടില്ല. നിങ്ങളുടെ മരണത്തോടുകൂടിയാണ് അത് തുടങ്ങുന്നത്. അതെന്നും ഇന്ത്യൻ ഫാസിസം ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഫാസിസത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അവരുടെ നേതാക്കന്മാരെ കൊന്നുകൊണ്ടാണ് ഇന്ത്യൻ ഫാസിസം മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് മഹാത്മാഗാന്ധി ഇന്ത്യൻ ഫാസിസത്തിന്റെ നേതാവായിരുന്നു എന്നല്ല. മഹാത്മാഗാന്ധി അറിയാതെ ഇന്ത്യൻ ഫാസിസത്തെ പേറിപ്പോയിട്ടുണ്ടോ എന്നുള്ള എന്റെ ഒരു സംശയമാണ് ഞാൻ രേഖപ്പെടുത്തിയത്. അതിന്റെ തെളിവുകളാണ് നേരത്തെ സൂചിപ്പിച്ചത്. എന്തു തന്നെയായാലും ഇനി നിങ്ങൾ ജീവിക്കേണ്ടതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജിയെ വധിച്ച്, അതിന് വളരെ കൃത്യമായി ഗോപാൽ ഗോഡ്സെ സഹോദരൻ പറയുന്നുണ്ട്, മഹാത്മാഗാന്ധിജിയെ കൊന്നത് ഏതെങ്കിലും 1-2 പേരുടെ തീരുമാനമായിരുന്നില്ല, സംഘപരിവാറിന്റെ ആകെ തന്നെ തീരുമാനമായിരുന്നു. അതിലൊന്നും യാതൊരു സംശയവുമില്ല. അത്യാഹ്ലാദമാണ് ഞങ്ങൾക്ക് അതിൽ. കാര്യം ഞങ്ങൾ ഇന്ത്യയിലല്ല ജീവിച്ചത്, ഞങ്ങൾ ജീവിച്ചത് RSSലാണെന്നാണ് ഗോപാൽ ഗോഡ്സെ പറയുന്നത്. ഞങ്ങൾ ജീവിക്കുന്നതും വളരുന്നതും RSSലാണ്. ഞങ്ങളുടെ ജന്മദേശം RSS ആണ്. അതുകൊണ്ട് ഗാന്ധിജിയെ കൊല്ലുന്നത് ഞങ്ങളുടെ ഒരു വിഷയമേ അല്ല. അങ്ങനെ 1948 ജനുവരി 30 നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവിനെ വളരെ ദുഃഖകരമായ അവസ്ഥയിൽ വകവരുത്തിക്കൊണ്ട് ഫാസിസം അതിന്റെ മറ്റൊരു ജൈത്രയാത്രയിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു സമരരൂപത്തിലേക്ക്, അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ സമരത്തിലേക്ക് വ്യതിചലിച്ചു തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 1948-49 കാലഘട്ടത്തിൽ തന്നെ എന്തു സംഭവിക്കുന്നു? ബാബറി മസ്ജിദിനുള്ളിൽ രാമവിഗ്രഹം പ്രത്യക്ഷപ്പെടുന്നു എന്നത്. സ്വാതന്ത്ര്യം കിട്ടി, ഗാന്ധിജി വധിക്കപ്പെട്ടു, ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണം, രാമവിഗ്രഹം 1 വർഷത്തിനകത്ത് അവിടെ വരുന്നു. ഈ രാമവിഗ്രഹത്തിന് എന്താണ് സംഭവിച്ചത്? അതെടുത്ത് കളയാൻ അന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും റിട്ടേൺ ഓർഡർ ഇട്ടു. ഒരുമിച്ച് ഒപ്പിട്ടിട്ട് ഫരീദാബാദിലെ അന്നത്തെ കളക്ടറായിരുന്ന, മജിസ്ട്രേറ്റ് ആയിരുന്ന KK നായർ, നമ്മുടെ കുട്ടനാട് നിന്ന് പോയിട്ടുള്ള ഒരു KK നായർ, ഈ KK നായർക്ക് ഈ ഓർഡർ അയച്ചു കൊടുക്കുകയും ആ രാമവിഗ്രഹം എടുത്ത് സരയുവിൽ എറിയുവാനാണ്
ആ ലെറ്ററിൽ പറഞ്ഞിരുന്നത്. അവരുടേതെന്ന് പറഞ്ഞ് ബാബറി മസ്ജിദിനുള്ളിൽ വെച്ചിരിക്കുന്ന ആ രാമവിഗ്രഹം എടുത്ത് നിങ്ങൾ സരയൂ നദിയിലേക്ക് വലിച്ചെറിയൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് ആലോചിച്ചു നോക്കൂ. കെ നായർ മറുപടി പറഞ്ഞു, ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം അത് സാധ്യമല്ല. ഇവിടെ ഹിന്ദുക്കളുടെ രക്തമൊഴുകും, പല പ്രശ്നങ്ങളും ഉണ്ടാകും. അവിടെ ആ വിഗ്രഹം വെറുതെ വന്നതല്ല, അത് അവരുടെ ആരാധനയുടെ ഭാഗമായി വന്നിരിക്കുന്നതാണ്. അത് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആരാധനയുടെ ഭാഗമായി കഴിഞ്ഞു. ഇനി അവിടുന്ന് അതിനെ നീക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ശക്തിയുക്തം വാദിച്ച് ആ വിഗ്രഹത്തെ അവിടെ നിലനിർത്തിക്കൊണ്ട് പോയത് കെ നായർ എന്ന് പറയുന്ന, പിൽക്കാലത്ത് BJPയിൽ ചേർന്ന കെ നായർ എന്ന് പറയുന്ന ഒരു മലയാളിയാണെന്ന് ഓർക്കുക. എന്താണ് കെ നായർ എന്ന് പറയുന്ന ഒരാളെ ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഉത്തരവ് വേണ്ടെന്ന് വെക്കാൻ ഒരു ജില്ലാ കളക്ടറെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും, അതാണ് ഇന്ത്യൻ ഫാസിസം. അവിടെയാണ് ജാതി ഇരിക്കുന്നത്. അതാണ് കെ നായർ. അവിടെയാണ് ഇന്ത്യൻ ഫാസിസത്തിന്റെ കാതലായ വശമിരിക്കുന്നത്. ഏതൊരു പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കിയും നിന്റെ ഓർഡർ അവിടെ ഇരിക്കട്ടെ എന്ന് പറയാൻ കഴിയുന്ന ഒരു ശക്തിയുടെ പേരാണ്, ആ ശക്തി നൽകുന്ന വേരിന്റെ പേരാണ് ഇന്ത്യൻ ഫാസിസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ജാതിബോധത്തിന്റെ പേരാണ് ഇന്ത്യൻ ഫാസിസം എന്ന് പറയുന്നത്. ഈ കെ നായരുടെ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അയാൾ ഒരു ഹിറ്റ്ലറെ പോലെയൊക്കെ ചായയുള്ള ഒരു മനുഷ്യനാണ്. നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിൽക്കാലത്ത് MP ഒക്കെ ആവുകയുണ്ടായി പ്രത്യുപകാരമായിട്ട്. അയാളെ വിളിക്കുന്നത് അൺസങ് ഹീറോ ഓഫ് രാമജന്മഭൂമി എന്നാണ്. പാടി പുകഴ്ത്തപ്പെടാത്ത ഹീറോ, നായകൻ. പാടാൻ മറന്ന അല്ലെങ്കിൽ നമ്മൾ പുകഴ്ത്താൻ മറന്ന നമ്മുടെ നായകൻ എന്നാണ് ഇപ്പോഴും RSSകാര് വിശ്വസിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നത് ഈ കെ നായർ. അയാളാണ് സത്യത്തിൽ ബാബറി മസ്ജിദിനെ പൊളിക്കുന്ന അവസ്ഥയിലേക്ക് ആ പ്രശ്നത്തെ വഷളാക്കി തീർത്തത്. അതിനുശേഷം നോക്കൂ, ഗുജറാത്ത് കലാപം 2002 നടക്കുന്ന ഗുജറാത്ത് കലാപം, ബാബറി മസ്ജിദ് പൊളിക്കുന്നത് 1992 ഡിസംബർ 6. പിന്നെ അധികാരത്തിലെത്തുന്നതോ BJP, അതിന് 1996. ഇങ്ങനെ ഒരു ചെറിയ കാലം കൊണ്ട് BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഈ ബാബറി മസ്ജിദ് പൊളിക്കുന്നതോട് കൂടിയിട്ട് 1992 കൂടിയിട്ട് ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഒന്ന് തന്നെ ഹിന്ദുവിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാക്കി മാറ്റുകയും പഴയ ജാതിബോധത്തെ സമ്പൂർണമായും ഫാസിസത്തിന് അടിയറ വെച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ പദ്ധതിയാക്കി മാറ്റിക്കൊണ്ട് ഒരു പുതിയ രംഗപാഠം ഒരുക്കിക്കൊണ്ട് പുതിയൊരു നാടകം കളിച്ചുകൊണ്ട്, അത് വലിയൊരു ക്യാൻവാസിൽ ഒരു നാടകം കളിക്കുകയായിരുന്നു. ഇന്ത്യൻ ഫാസിസത്തിന്റെ വലിയൊരു കാര്യം, പ്രത്യേകത എന്ന് പറയുന്നത് നിരന്തരം നാടകം കളിക്കുന്നവരാണ് ഇന്ത്യൻ ഫാസിസം. അതെങ്ങനെ കിട്ടിയെന്നറിയില്ല. ഇന്ത്യൻ ഫാസിസത്തിന്റെ വലിയൊരു പ്രത്യേകത നോക്കിയേ, നരേന്ദ്രമോദി വലിയ നടനാണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, നരേന്ദ്രമോദി വല്ലാത്ത അഭിനയമാണ്. എവിടെ പോയാലും ശ്രദ്ധ പിടിച്ചു പറ്റും, എങ്ങനെ പോയാലും ശ്രദ്ധ പിടിച്ചു പറ്റും. എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? നടനാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ബാബറി മസ്ജിദ് പൊളിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ആൾക്കാർ പോയി പൊളിച്ചിട്ട് വരികയല്ല ചെയ്യുന്നത്. പൊളിച്ചു എന്നൊരു ചിത്രം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു വലിയ സിനിമയുടെ ക്ലൈമാക്സ് പോലെ, അല്ലെങ്കിൽ ഒരു നാടകത്തിന്റെ ക്ലൈമാക്സ് പോലെ ഇന്ത്യൻ ജനതയെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട്, ഹിന്ദുക്കളെ പോലും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഉള്ള അലറി വിളികൾ, അത് തന്നെയായിരുന്നില്ലേ ഗുജറാത്ത് കലാപം? എന്തായിരുന്നു ഗുജറാത്ത് കലാപത്തിൽ? എന്താണ് സംഭവിച്ചത്? നമ്മുടെ സഹോദരിമാരുടെ നിലവിളികള്, കത്തിക്കഴിഞ്ഞ മാംസത്തിന്റെ മണം,
വയറ് കുത്തിക്കീറി പുറത്തെടുത്ത കുഞ്ഞുങ്ങളുടെ നിലവിളികള്, സ്ത്രീകളുടെ നിലവിളികള്, അങ്ങനെ ആ ഒരു രംഗം നിങ്ങൾ സർ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിനെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും സവാർക്കർ ഒരു ലെറ്റർ എഴുതുകയും ചെയ്തു. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഹിന്ദുരാഷ്ട്രം എന്ന നിലയിൽ നിങ്ങൾ തിരുവിതാംകൂറിനെ പ്രഖ്യാപിച്ചതായി അറിയുന്നു. എന്റെ അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കത്തെഴുതി CP പിന്നീട് മണി എന്ന് പറയുന്ന ഒരാള് വെട്ടുകയും വാള് വെച്ച് വെട്ടുകയും ആ ഒരു കാലം അവസാനിക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞത് അന്നത്തെ കാലം തൊട്ട് തന്നെ ഒരു ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സങ്കല്പം, അതും നമ്മളാരും ഉദ്ദേശിക്കുന്ന ഒരു ഹിന്ദു രാഷ്ട്രമൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഹിന്ദുവിന് തന്നെ അന്യമായി കൊണ്ടിരിക്കുന്ന, ഹിന്ദുവിന് തന്നെ രക്ഷയില്ലാത്ത, ഹിന്ദുവിന് തന്നെ സ്ഥാനമില്ലാത്ത മറ്റൊരു രാഷ്ട്രം, അതിനെ മറ്റൊരു രാഷ്ട്രീയ ആയുധമായി മാറ്റിക്കൊണ്ട്, മറ്റൊരു പ്രത്യശാസ്ത്ര മണ്ഡലമാക്കി മാറ്റിക്കൊണ്ട് അവരായി നിർണയിക്കേണ്ട, ഇനി നിർണയിക്കപ്പെടേണ്ട ഒരു പ്രദേശമാക്കിക്കൊണ്ട് അവർ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഒരു സംഘപരിവാർ സംഘടന 500 കുട്ടികളെ വളർത്തുന്നു എന്നൊരു വാർത്ത ഞാൻ കേൾക്കുകയുണ്ടായി. ഈ 500 കുട്ടികൾ വളരെ വെളുത്ത് ബ്രാഹ്മണരുടെ കുട്ടികളാണ് എല്ലാ കുട്ടികളും. 500 കുട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ കുട്ടികൾ ഇങ്ങനെയാണ് ഇരിക്കേണ്ടതെന്നാണ് അവർ പറയുന്നത്. ഇത് ഒരു 2-3 വർഷം മുമ്പ് മാതൃഭൂമിയിലും ഹിന്ദുവിലും ഒക്കെ വന്ന വാർത്തയാണ്. ഒരു 500 കുട്ടികളെ അവർ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികളാണ് ഭാവിയിലെ ഇന്ത്യൻ കുട്ടികൾ. ഇതുപോലെ ഇരിക്കാത്ത കുട്ടികളെയൊക്കെ ഒരുപക്ഷെ തെരഞ്ഞു പിടിച്ച് കൊന്നേക്കാവുന്ന ഒരവസ്ഥ അധികം വിദൂരമല്ല. ബാക്കിയുള്ളവരൊന്നും ഇന്ത്യൻ കുട്ടികളല്ല എന്ന് തീരുമാനം ഇപ്പം ജനിക്കുന്നതാണല്ലോ ജാതിയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. നാളെ അതായിക്കൊള്ളണമെന്നില്ല. മറ്റു പരിശോധനകളിലൂടെ ജാതിയെ നിർണയിക്കുന്ന ഒരു സാംസ്കാരിക പരിസരത്തേക്ക് ഫാസിസം കടന്നു കഴിയാനും ഉള്ള സാധ്യതയും വിരളമില്ല എന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്. ഇതുപോലെ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വഴികളിലൂടെയാണ് ഇന്ത്യൻ ഫാസിസം കടന്നു വന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ സങ്കീർണമായ ഒരവസ്ഥയിലേക്ക് ഒരുപക്ഷെ എത്തിച്ചേർന്നു നിർത്തുന്നതും. അതിലേറ്റവും അവസാനം ഡൽഹി കലാപത്തിൽ വരെ എത്തിച്ചേരുകയും വളരെ വിദഗ്ധമായി 3-4 ചെറുപ്പക്കാരെ നമ്മുടെ നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. BJPക്ക് കേരളത്തിൽ കയറി കളിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി NRI എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിയെ കൊണ്ടുവന്ന് കേരളം എന്തോ അപകടം പിടിച്ച സ്ഥലമാണ്, കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ ഭീകരവാദികളാണ് എന്ന് തോന്നലുണ്ടാക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് പുതിയ നാടകങ്ങളുടെ അന്തഃപുരങ്ങളിൽ അല്ലെങ്കിൽ അണിയറ നീക്കങ്ങളിലാണ് ഫാസിസ്റ്റുകൾ ഇന്ന് ഇന്ത്യയിൽ. അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. എന്തു തന്നെയായാലും നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു കാര്യം, യാതൊരു ബോധ്യവുമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനവും പ്രതിരോധവുമാണ് ഇന്ത്യൻ ഫാസിസ്റ്റുകളെ വളർത്തിയത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. ഇന്ത്യൻ ഫാസിസത്തെ വളർത്തിയിട്ടുള്ളത് ഇന്ത്യൻ ഫാസിസത്തിന്റെ പ്രതിരോധം തന്നെയാണ് എന്നതാണ് വലിയൊരു സത്യം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഫാസിസത്തെ വളർത്തിയത് എങ്ങനെയാണ്, ഇന്ത്യൻ ഫാസിസത്തിന്റെ പ്രതിരോധം തന്നെയാണെന്ന് എങ്ങനെ നിങ്ങൾ പറയുമെന്ന് ചോദിച്ചാൽ അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം, നമ്മൾ ഇന്ത്യൻ ഫാസിസത്തിനെതിരെ വാളെടുക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം വന്നാൽ വാളെടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നൊരു ഉത്തരം പറഞ്ഞാൽ, വാളെടുക്കും ഞങ്ങൾ എന്ന് തീരുമാനിച്ചാൽ ഇന്ത്യൻ ഫാസിസം തന്നെ വളരും. മറിച്ച് ഇന്ത്യൻ ഫാസിസം ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ മുന്നിൽ നമ്മൾ ലോകത്തൊരിടത്തും ഫാസിസത്തിനെതിരെ വാളെടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഫാസിസത്തിന്റെ പ്രതിരോധത്തിൽ നിൽക്കുന്ന ആൾക്കാരല്ല, മറിച്ച് ഫാസിസം തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഫാസിസത്തിനെതിരെ വാളെടുക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല, നിങ്ങളാണ് സഹോദരങ്ങളെ എന്ന് തിരിച്ചു പറയാൻ നമുക്ക് കഴിയണം.
നിങ്ങൾക്കെതിരെ വാളെടുക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ എന്ന് പറയുന്നതിന് പകരം പലപ്പോഴും നമ്മളും വാളെടുക്കുന്ന അതിദാരുണമായ, അല്ലെങ്കിൽ ദാരുണമെന്ന് ഞാൻ പറയുന്നത് പ്രതിരോധത്തിന്റെ കാര്യത്തിലാണ്. താൽക്കാലികമായ ചില ഞെട്ടലും ഓടിക്കലുകളും ചില ബഹളവും ഒക്കെ നടന്നിരിക്കും. അതിനപ്പുറത്ത് യാതൊന്നും ഉൽപ്പാദിപ്പിക്കുവാൻ അതുകൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഒരുപക്ഷെ ഒരു ശബ്ദം ഉയർത്തി വിളിച്ചാൽ ചിലപ്പോൾ അതുകൊണ്ട് നടന്നിരിക്കും. കൊന്നതുകൊണ്ട് കാര്യമില്ല. കൊന്നാൽ ഞങ്ങൾ മരിക്കില്ല, അല്ലെങ്കിൽ നീ പേടിപ്പിച്ചാൽ ഞങ്ങൾ ഭയക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധൈര്യവും, അതായത് കൊല്ലുന്നതിന് പകരം മരിക്കാനുള്ള ധൈര്യത്തെ പറ്റി നമുക്ക് സംസാരിച്ചു തുടങ്ങാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നീ കൊന്നോളൂ, മരിക്കാൻ മടിയില്ല ഞങ്ങൾക്ക് എന്ന് പറയുന്നതിന്റെ മുന്നിലാണ് ഇന്ത്യൻ ഫാസിസം എന്നും ഭയപ്പെട്ടിട്ടുള്ളതും വിറച്ചിട്ടുള്ളതും പിന്നോട്ട് മാറി നിന്നിട്ടുള്ളതും. നീ വെട്ടിയാൽ ഞങ്ങളും വെട്ടും എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി ഇന്ത്യൻ ഫാസിസത്തിന് അറിയാം അത് വെട്ടാൻ വേണ്ടിയല്ല എന്ന്. ഇന്ത്യൻ ഫാസിസം ഭയമാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. അത് വെട്ടാൻ വേണ്ടിയല്ല, തിരിച്ചൊരു വാളെടുത്താൽ ഇവർ ഓടുമെന്നുള്ളത് ഏത് ഫാസിസത്തിനും അറിയാം. എവിടെയും ഫാസിസം അങ്ങനെ തന്നെയായിരുന്നു, ഇന്ത്യയിൽ മാത്രമല്ല. അതുകൊണ്ടാണ് ഹിറ്റ്ലർക്ക് എന്താണ് സംഭവിച്ചത്? ഹിറ്റ്ലറെ വളരെ കൃത്യമായി സോവിയറ്റ് യൂണിയൻ അതുമായി ബന്ധപ്പെട്ടിട്ട് ഹിറ്റ്ലറെ അന്വേഷിച്ച് നടന്ന ആൾക്കാരും കണ്ടുപിടിച്ചതൊന്നുമില്ല. ഹിറ്റ്ലർ എവിടെയോ ഒളിച്ചിരിക്കുന്നു എന്ന് മാത്രമേ പിടികിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഹിറ്റ്ലർ എവിടാണ് ഇരിക്കുന്നതെന്ന് ഹിറ്റ്ലർ തന്നെ കാണിച്ചു കൊടുക്കുകയായിരുന്നു അവരെ. കാര്യം ആകെ ഭയന്ന് പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടി അടുത്തൊരു കെട്ടിടത്തിലേക്ക് കയറുന്നതിനിടയിലാണ് ഹിറ്റ്ലർ അങ്ങോട്ടേക്ക് പോകുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നതും ആ വിഭാഗങ്ങൾ മുഴുവൻ ഹിറ്റ്ലറുടെ പുറകെ ആ കെട്ടിടത്തിലേക്ക് രച്ചു കയറുന്നതും ഹിറ്റ്ലർക്ക് മരിക്കേണ്ട സ്വയം വെടിവെച്ച് മരിക്കേണ്ട അവസ്ഥ. അതായത് ഹിറ്റ്ലർക്ക് സ്വയം വെടിവെച്ച് മരിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് കാമുകിയെ വെടിവെച്ചു കൊന്നതിന് ശേഷം, സ്വന്തം ഏറ്റവും അധികം സ്നേഹിക്കുന്ന പട്ടിയെ വെടിവെച്ചു കൊന്നതിന് ശേഷം, ലക്ഷക്കണക്കിന് മനുഷ്യരെ ചുട്ടെരിച്ചു കൊന്ന ഒരാൾക്ക് സ്വന്തം പട്ടി വളരെ പ്രധാനമായിരുന്നു, കാമുകി വളരെ പ്രധാനമായിരുന്നു എന്നതൊക്കെ ഒരു പക്ഷേ കൗതുകമായി തോന്നിയെന്നിരിക്കാം. അതാണ് ഫാസിസം എന്ന് പറയുന്നത്. ഭാര്യയോട്, കാമുകിയോട് ചോദിക്കുന്നുണ്ട് ഹിറ്റ്ലർ, ഇത് പൊട്ടാസ്യം സൈനൈഡാണ്. ഈ പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചാൽ ശാസ്ത്രം പറയുന്നു മരിക്കുമെന്ന്. നിനക്കുറപ്പുണ്ടോ മരിക്കുമെന്ന്? വിശ്വാസമില്ല. അതാണ് ഫാസിസത്തിന്റെ അടുത്ത ഗുണം. ഒന്നിനെയും വിശ്വസിക്കില്ല. മരിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാമുകി പറയുന്നുണ്ട്, എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? നിങ്ങളത് എന്റെ വായിലേക്ക് ഒഴിക്കൂ. ഒരു സെക്കൻഡ് താമസിക്കാതെ ഞാൻ മരിക്കും. ഉറപ്പുള്ള കാര്യമല്ലേ, കണ്ടുപിടിക്കപ്പെട്ട കാര്യമല്ലേ. 3 പ്രാവശ്യം ആ പൊട്ടാസ്യം സൈനൈഡ് അവളുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്ത് മരിച്ചെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഹിറ്റ്ലർ സ്വന്തം വായിലേക്ക് പൊട്ടാസ്യം സൈനൈഡ് ഒഴിച്ചതിന് ശേഷം മരിക്കാനെടുക്കുന്ന സമയത്തിനുള്ളിൽ വെച്ച് ഒരുപക്ഷെ മരിച്ചില്ലെങ്കിലോ എന്ന് ഭയന്ന് സ്വന്തം തോക്കെടുത്ത് നെറ്റിയിലേക്ക് വെടിവെച്ചുകൂടി മരിച്ച ഏറ്റവും ഭീരുവായ ഒരു മനുഷ്യനായിരുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ഒരു ഹിറ്റ്ലറെങ്കിൽ ഇന്ത്യൻ ഫാസിസത്തിന്റെ പ്രഹരശേഷി എത്ര വലുതായിരിക്കും, എത്ര വലുതായിരിക്കും. ഇതുവരെ ഞാൻ പറഞ്ഞ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ. അതുകൊണ്ട് നമുക്കൊരു കാരണവശാലും അത് വളരെ ചെറുതാണ്, എളുപ്പം മറികടക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ പക്ഷേ നമ്മൾ മറികടക്കില്ല എന്നല്ല, ഏതൊരു തരത്തിലും ഈ ചിന്തകളെ സംശീകരിക്കാൻ കഴിയുന്ന, ഈ അവസ്ഥകളെ സംശീകരിക്കാൻ കഴിയുന്ന, ഒന്നിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വവും ജീവിതവും സംസ്കാരവും വിഘടനവാദങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു ഐക്യപ്പെടലും ഒന്നിച്ചു നിൽപ്പും മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു പ്രസ്ഥാനവും ഒരു ജീവിതചര്യയും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പക്ഷേ ഫാസിസം അതല്ല, എല്ലാ മനുഷ്യവിരുദ്ധമായ ഗുണങ്ങളും ഇല്ലാണ്ടാവും.
അസ്തമിക്കും, എല്ലാ പരീക്ഷണങ്ങളും അസ്തമിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കൊരു മനുഷ്യന് ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാൻ ഉള്ള സമയമില്ലാത്തവരാണ്. ഒരു മനുഷ്യന് ഒരു ചെറിയ തണല് കാണിച്ചു കൊടുക്കാൻ സമയമില്ലാത്തവരാണ്. ഒരു മനുഷ്യന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ സമയമില്ലാത്തവരാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ എപ്പോൾ എവിടെയാണ് നമ്മൾ ഫാസിസത്തെ നേരിടുക? കഴിയില്ല സഹോദരങ്ങളെ. നമുക്ക് സമയമുണ്ടെങ്കിലേ നമുക്ക് ഫാസിസത്തെ നേരിടാൻ കഴിയൂ. നമുക്ക് സ്നേഹിക്കാൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഫാസിസത്തെ നേരിടാൻ കഴിയൂ. നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഫാസിസത്തെ നേരിടാൻ കഴിയൂ. അല്ലാതെ ഇന്ത്യൻ ഫാസിസത്തിന്റെ വേരറക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് ഒരു വലിയ യാഥാർത്ഥ്യം, വലിയൊരു ബോധ്യം, രാഷ്ട്രീയ ബോധ്യം. അതിന്റെ മുകളിൽ ഒരു സാംസ്കാരിക ബോധ്യം, അതിന്റെ മുകളിൽ ഒരു ലീഡർഷിപ്പ്, ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു വലിയ മതി. വളരെ കുറച്ചു മതി, ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ചു മതി. MMJ മാഷ് പറഞ്ഞിട്ടുണ്ട്, കത്തിക്കാൻ ഉപയോഗിച്ച കൊള്ളി അത് കത്തി അമർന്നാലും തീ എവിടെയെങ്കിലും ഒരിടത്ത് അവശേഷിക്കും. ഒറ്റ കൊള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു വലിയ തീയായി മാറിയതാണ്. എന്നിട്ടും അത് കത്തിത്തീർന്നു, കത്തിയൊക്കെയും അവസാനിച്ചു. പിന്നെയും കിടന്നു ഒരു തുള്ളി. ആ ഒരു തുള്ളി മതി. പക്ഷെ അതൊരു തുള്ളിയായിരിക്കണം, അതൊരു കൊള്ളിയായിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ വീണ്ടും അത് കത്തിത്തുടങ്ങുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത്. അതുപോലെ ഒരു കത്തിത്തുടങ്ങൽ തീർച്ചയായും ഇന്ത്യൻ ഫാസിസത്തിനെതിരെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഏവരും ജീവിക്കുന്നത്. അങ്ങനെ ഉണ്ടാവട്ടെ. ഏത് തരത്തിലുള്ള ഒരു പ്രതിസന്ധിയെയും മറികടന്നുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഉന്നതമായ ഭാവിയിലേക്ക് പോകാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ സഹോദരിമാർ ഇനി ഒരിക്കലും ബന്ധയുന്ന ഒരു കാലം ഉണ്ടാവാതിരിക്കട്ടെ. ഒരു മനുഷ്യനും വെട്ടിനീർക്കപ്പെടുന്ന ഒരു കാലം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റ് വിഷയങ്ങൾ ഒന്നും തന്നെ ഇതിലേക്ക് വലിച്ചിഴക്കാതെ ഇന്ത്യൻ ഫാസിസവും അതിന്റെ പരിണാമവും നവ ഫാസിസവും അതിന്റെ പ്രതിരോധവും എന്ന വിഷയം വളരെ ഗൗരവമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിന്റെ സങ്കീർണതകളുടെ 100% പോലും അനാവരണം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ആ ദൗർബല്യത്തിൽ, ആ കഴിവുകേടിൽ, ആ അറിവില്ലായ്മയിൽ എന്നോട് എന്റെ ആയുസ് പോരാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കി പുറത്തു തരണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങള് എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലൊരു രാഷ്ട്രീയ ജീവിതം ഉണ്ടാവട്ടെ, നല്ല നിലയിലുള്ള ഒരു കുടുംബജീവിതവും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും